തിമോത്തി വിൻ്റർ, മാർക്ക് ഹാൻസൺ, യുവോൺ റിഡ്ലി, ഇതൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചപ്പോഴാണ് കേട്ടോ. മുഹമ്മദ് അസദ്, ലിയോപോൾഡ് വെയ്സ് എന്നതിന് പേര്. അദ്ദേഹം ഒരു ജൂതനായിരുന്നു. ലിയോപോൾഡ് വെയ്സ് ഇസ്ലാമിനെ കുറിച്ച് ജീവിതത്തിൽ ഏതോ ഒരു സന്ദിഗ്ധഘട്ടത്തിൽ മനസ്സിലാക്കി അദ്ദേഹം മുഹമ്മദ് അസദായി മാറി. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട യാത്രാ വിവരണങ്ങളിൽ ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെ റോഡ് ടു മക്ക മാറി. 5 ആളായി. കാതറിൻ ബുള്ളോക്ക്, എൻ്റെ ഓർമ്മ ശരിയാണ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലോ ഇസ്ലാമും സ്ത്രീയും എന്നുള്ള വിഷയത്തിൽ ഇസ്ലാം സ്ത്രീയെ അടിച്ചമർത്തുന്നു എന്ന വിഷയം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം ആരംഭിച്ച വനിതയായിരുന്നു കാതറിൻ ബുള്ളോക്ക്. ഇസ്ലാമിനെ കുറിച്ച് അവർ പഠിച്ച് അവസാനം അവർ നിഗമനത്തിലെത്തി, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പോലെ സ്ത്രീകളുടെ സംരക്ഷണവും മറ്റു കാര്യങ്ങളും ഉറപ്പുവരുത്തുന്ന വേറെ ഹിജാബ് പോലുള്ള ഹിജാബിനെ കുറിച്ചായിരുന്നു അവരുടെ റിസർച്ച്. അവർ ഇസ്ലാം സ്വീകരിച്ചു. അവരിപ്പോൾ ഹിജാബ് ഇട്ടിരുന്നത് കാണാം. കാതറിൻ ബുള്ളോക്ക്. വെയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകം. വെയിൽ എന്ന് പറഞ്ഞാൽ നിഖാബ് നടത്തും. 6 ആളായില്ലേ. പിന്നെ ലോറൻ ബൂത്ത്, പഴയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാര്യ സഹോദരി, മുഖ്തേരും ഇതേപോലെ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഏതായാലും ഇസ്ലാമൊക്കെ വരുന്നവർ, ഇസ്ലാമിനെ മനസ്സിലാക്കി വരുന്നവർ ആരായിരിക്കും? വലിയ വലിയ ആൾക്കാർ. ഷെയ്ഖ് ഹംസ യൂസുഫ്, ഷെയ്ഖ് അബ്ദുൽ ഹക്കീം മുറാദ്, മാർക്ക് ഹാൻസൺ, പിന്നെ ലിയോപോൾഡ് വെയ്സ്, മുഹമ്മദ് അസദായി, ഇങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളാണ് ഇസ്ലാം മുന്നിട്ട് വരുന്നത്. വലിയ വമ്പൻ കൊമ്പൻ സ്രാവുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോണത് കൊയ്ത്തി പരലൊക്കെ, അഷ്കർ അലി, ആരിഫ് അലി, ലോക്കൽ ടീമാണ് ഇവിടുന്ന് ആണ്ട് പോകുന്നത്. അവിടെ ഇങ്ങോട്ട് വരുന്ന ചിന്താശേഷിയുള്ള വലിയ പടുക്കളാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ള സ്ഥിതിക്ക് നമ്മളോട് പഠിച്ചോ ചോദിക്കും, എന്തിനാണ് എൻ്റെ ബുദ്ധി വിനിയോഗിച്ചത്? അപ്പം ഞാൻ ഒരിക്കൽ ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ കുറച്ചിൻ്റെ മുടിയൊക്കെ കുറച്ച് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംഭാഷണം നടത്തുന്ന സമയത്ത് ഓൻ്റെ മുടി കാണിച്ചു തന്നു ബാർബർ. ഞാൻ ക്യാൻസർ രോഗികൾക്ക് മുടി സംഭാവന ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അത് വെച്ചുള്ളത്. കണ്ട് ഓനോട് മുടി ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ക്യാൻസർ രോഗികൾക്ക് മുടി കൊടുക്കുന്ന ഒരാളാണ്, അതിന് വേണ്ടിയിട്ട് മുടി വളർത്തും. പഠിച്ചവനതിനെ സ്വീകരിക്കട്ടെ. നിങ്ങൾ മുത്താലിമ്യങ്ങളാണ്. നിങ്ങളെ തലീക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ മുടി ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഈ ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മുത്താലിം സമൂഹത്തെ നമ്മൾ പൊതുവെ അഭിസംബോധന ചെയ്യാറുണ്ടല്ലോ. നല്ല ഡീസൻ്റായിട്ട് തലയിൽ കെട്ടുന്ന പോലെ തലയിൽ കെട്ടെടുത്ത് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? വലിയ മുടിയുടെ ശേഖരം കാണാൻ പറ്റും. അപ്പം നിങ്ങളെന്തിനാണ് മുടി അങ്ങനെ വെച്ചത് എന്നുള്ളത് അതും പഠിച്ചവങ്ങളോട് ചോദിക്കും. ചോദ്യം ഉണ്ടാവും. അപ്പം നിങ്ങളെന്തിനാണ് ഭക്ഷണം കഴിച്ചത്, എങ്ങനെ കഴിക്കൽ ഒക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമുക്കൊരു ചൈൽഡിഷ് സ്വഭാവങ്ങളുണ്ടാവും. ഓക്കെ, ടേക്ക് ഇറ്റ് ഈസി, അങ്ങനൊരു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആ സ്വഭാവം നമ്മൾ കുറച്ചൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ പറയാം. ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം. ലൈഫിനെ സീരിയസ് ആയി കണ്ടവരാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. നമ്മളെ കൊണ്ട് എന്ത് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ പൈസക്കാരാവാനും വളവന്നൂർ വാഫയ്ക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പൈസക്കാരാവാനേ ഐഫോൺ വാങ്ങാനും കുളുമണാലിക്ക് സോളോ റൈഡ് പോകാനൊന്നും വാഫയ്ക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ? +2 ഒക്കെ പഠിച്ച് ഗൂഗിൾ മാപ്പൊക്കെ നോക്കാറിഞ്ഞാൽ നിങ്ങൾ പുറത്ത് കാണില്ലേ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ലേ, നിങ്ങൾ അത്രയും യോഗ്യതല്ലാത്ത ആളുകൾ നല്ല വ്യൂസ് അടിക്കുന്നത് കാണില്ലേ? അപ്പോൾ ആ വ്യൂസിന് എന്ത് മീനിങ് ആണുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാനൊക്കെ ചിന്തിക്കണുണ്ടോ? നമ്മളെ കൊണ്ട് ഇവിടെ ഉണ്ടാവേണ്ടത് സോഷ്യൽ ചേഞ്ചാണ്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കേണ്ടത് സർവശക്തനായ അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിൻ്റെ പ്രതിനിധാനങ്ങളോടും ഭൂമിയിലെ പ്രതിനിധാനങ്ങളോടും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ലൈഫിൻ്റെ ഒരു മീനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരാളോട് ചിരിച്ചു, അയാൾ തിരിച്ച് ഇങ്ങോട്ട് ചിരിച്ചില്ല. അപ്പോൾ നിങ്ങൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, തിരിച്ചയാൾ ഇങ്ങോട്ട് ഉപകാരം ചെയ്തില്ല. അത് നിങ്ങൾ പടച്ചോന് വേണ്ടി ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായി ബാധിക്കും. തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ ബാധിക്കും.
ഈ ചിന്തയാണ് നമ്മളെ എന്താക്കുന്നത്, ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇത് ഹൃദയത്തിൽ ഉണ്ടാവുന്നത്. ഇതൊരു ഇൻ്റലക്ച്വൽ പൊസിഷൻ അല്ല. ഈ പടച്ചോന അനുഭവം എന്നുള്ളത് ഒരു ഇൻ്റലക്ച്വൽ പൊസിഷൻ അല്ല. അപ്പോൾ അത് ഹൃദയങ്ങളിലൂടെ അനുഭവിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഉണ്ടാവട്ടെ. ഞാൻ തസൗഫല്ല കുട്ടികളെ പറയുന്നത്. തസൗഫൊക്കെ നിങ്ങൾ വേണ്ടത്തോളം ഇത് തസൗഫല്ല. ഇന്ന് ഈ ലോകത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ബേസിക് വേൾഡ് വ്യൂയാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഇതൊക്കെ തസൗഫായിരുന്നു. കാരണം പണ്ട് നല്ല മുത്തഖീങ്ങളായ ആൾക്കാരായിരുന്നു എല്ലാവരും. നാടന്മാരൊക്കെ മുത്തഖീങ്ങളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇത് നമ്മളെ ബേസിക് സാധനമായി മാറിയിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി മാറിയിട്ടുണ്ട്. നമ്മളതിലേക്ക് വരാം. ഞാനതിലേക്ക് വരാം. അപ്പോൾ ഒരു സൂഫികളൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ ഈ അറിവ് എങ്ങനെ സാധ്യമാവുന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ലോകത്ത് നടക്കുന്നത്. അറിവ് ലോജിക്കൽ റീസണിങ്ങിലൂടെ സാധ്യമാവും. അറിവ് പിന്നെ എംപിരിസിസ് എക്സ്പെരിമെൻറ്റിലൂടെ അറിവ് സാധ്യമാവും, അല്ലേ? സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലൂടെ അറിവ് സാധ്യമാവും. അങ്ങനെ പല മേഖലകളിലൂടെ അറിവ് സാധ്യമാവും. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സാധ്യമാകുന്നത് ഹൃദയത്തിലൂടെയാണ് പറയുന്നത്. അപ്പം മുല്യാദി കർട്ടനകാരെ എന്ന് പറഞ്ഞിട്ടൊരു മലേഷ്യൻ ഇൻ്റലക്ച്വൽ ഉണ്ട്. മൂപ്പരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, എസെൻഷ്യൽസ് ഓഫ് ഇസ്ലാമിക് ഫിലോസഫി. അതിൽ മൂപ്പർ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ നിന്നും 2-3 ആളിങ്ങനെ ഇറങ്ങുകയാണ്. അതിലിറങ്ങുന്ന കൂട്ടത്തിൽ ഒരാൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളാണ്. നിങ്ങൾ 3 ആൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ്. ആ പ്രണയിക്കുന്ന ആളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു നിലാവ് വരും. ഈ നിലാവ് അതിൻ്റെ അടുത്തിരിക്കുന്നത് മനസ്സിലാവും. അഭിനയിക്കുന്നല്ലാതെ ഈ കാണുന്നവൻ്റെ നിലാവേ എടുത്തുക്കുന്നത് മനസ്സിലാവും ഇല്ല. ഈ അനുഭവം എന്നുള്ള ഫിലോസഫിയുടെ ബുക്കാണ്, തസൗഫിൻ്റെ ബുക്കല്ലത്. ഫിലോസഫിയുടെ പുസ്തകമാണ്, എപ്പിസ്റ്റമോളജിയുടെ വർക്കാണ്, എപ്പിസ്റ്റമോളജിയെ കുറിച്ചുള്ള വർക്കാണ്. അപ്പോൾ ഈ സംഭവം ഹൃദയത്തിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ധൈര്യം കൂടുക, നമുക്ക് പിന്നെ സ്ഥൈര്യം കൂടുക, ടെൻഷൻ ഇല്ലാതാവുക, നമ്മൾ ഭയങ്കര പവർഫുൾ ആവുക. അപ്പോഴാണ് നമുക്ക് ഭൂമിയിൽ വേറൊന്നും പേടിയില്ലാന്ന്. അപ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ അടിച്ചു പൊളിക്കാനാണെന്നുള്ളതാണ്. എന്തിനാ ബസ് കയറുന്നത്? വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ് പറഞ്ഞ മാതിരി. ബസ് കയറുന്ന വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ്. ബസ് കയറുന്നത് കോട്ടാക്കോ കോഴിക്കോട്ടേക്കൊക്കെ പോകാനല്ലേ, അതിൻ്റെ ഭാഗമല്ലേ വിൻഡോ സീറ്റിൽ ഇരിക്കല്. അപ്പോൾ ജീവിതം അടിച്ചു പൊളിക്കാനാണെന്ന് പറയുന്ന ആളുകൾ, ഫോർ എക്സാമ്പിൾ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡിവൈൻ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. എഴുതിയ ആളറിയോ? ഹംസ ആൻഡ്രിയാസ് സോർസസ്. മൂപ്പര് പറയുന്നു, നിങ്ങളൊരു വിമാനത്തിലിരിക്കുകയാണ്. നിങ്ങളൊരു വിമാനത്തിൽ ഇങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ നിങ്ങളൊരു വിമാനത്തിലാണ്. നിങ്ങൾ അത്ര നേരം സെഡേറ്റഡായിരുന്നു, അത്ര നേരം നിങ്ങൾ മയങ്ങിക്കരുത്, നിങ്ങൾ മയക്കി കിടത്തിക്കരുത്. പെട്ടെന്നാണ് നിങ്ങൾ ഉണർന്നത്. അപ്പോൾ വിമാനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെ മുമ്പിൽ ബ്രാൻഡി, വോഡ്ക, ചിക്കൻ, പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാം പറയണല്ലോ. ഒരു ഫ്ലൈറ്റിൽ ഒരാളെ സുഖിപ്പിക്കാനുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെയാണ്. ഭക്ഷണം, നല്ല അന്തരീക്ഷം, ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, അടിപൊളി, എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ഓനോട് ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ഓനെന്താ പറയാ? പക്ഷെ ഇന്ന ആരെ പോലെ മാറ്റി കിടത്തി എന്ന ചോദ്യത്തിന് ഓൻ ആദ്യം ഉത്തരം കിട്ടണം. എന്നാലല്ലേ 100% ഹാപ്പി ആവുള്ളൂ. ഇന്ന ആരെ പോലെ മാറ്റി കിടത്തി, എവിടുന്നാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്, ഇനി എവിടെ ലാൻഡ് ചെയ്യാൻ പോണത്, ആരാണ് ഇതിൻ്റെ കോക്പിറ്റിലുള്ളത്, ഇത് എങ്ങോട്ട് പോണ ഫ്ലൈറ്റാണ് എന്നതാണ് ബേസിക് ഓർക്ക് കിട്ടേണ്ട. ഇതിന് ആൻസർ കിട്ടണ്ടേ? അപ്പോൾ സുഖം തന്നെയാണോ എന്ന് അവനോട് ചോദിച്ചാൽ സുഖമൊക്കെ തന്നെയാണ്, പക്ഷേ എങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നു എന്നുള്ളതല്ലേ ബേസിക് ആൻസർ വരണ്ടേ, അല്ലേ? പക്ഷെ ഓൻ പറയും, അടിപൊളിയല്ലേ, എൻജോയ് യുവർ ലൈഫ്, കണ്ടോ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓനൊരു ലേശം പിന്നെ ലൂസാണ് എന്ന് ആര് പറയുന്നു? ഹംസ സോർസസ് ഡിവൈൻ റിയാലിറ്റി എന്ന പുസ്തകത്തിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഫേക്ക് ഹാപ്പിനെസ് ആണെന്നതാണ്. ഏതിന് ഉത്തരം കിട്ടാതെ, ഹൂ സെഡേറ്റഡ് യു, വെർ ആർ യു ഗോയിങ് ടു, ഫ്രം വേർ ദിസ് എയറോപ്ലെയിൻ കം ടു എക്സിസ്റ്റൻസ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അത് 100% ഒക്കെ അല്ല എന്നർത്ഥം. എന്നതുപോലെ നമ്മളിപ്പോൾ ഉള്ളത്
1600 km/h സ്വയം കറങ്ങുന്ന ഒരു ഭൂമിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് അല്ലേ? അതാണ് ഈ സൂര്യനെ ചുറ്റുമ്പോൾ. ആ സൂര്യനും ചന്ദ്രനും എല്ലാം കൂടി ചേർന്ന് സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റം നിലകൊള്ളുന്നത് മിൽക്കി വേ എന്നുള്ളൊരു ഗാലക്സിയിലാണ്. ഒരു ഗാലക്സിയിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഇതുപോലെ മില്യൺസ് എന്തുണ്ട് ഗാലക്സികളുണ്ട്. ഇതാരാണ് ഇവിടെ കൊടുത്തിട്ട്? എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മാക്കും വാപ്പാക്കാനും ഉണ്ടായത്, വേറെ അമ്മാക്കും വാപ്പാക്കും ഉണ്ടായിക്കൂടെ? ഇതൊക്കെ നമ്മുടെ ബേസിക് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ. ഇനി എവിടുന്ന് വരുന്നു, ഇനി എങ്ങോട്ട് പോകും? അപ്പോൾ ഗർഭപാത്രത്തിലുള്ള 2 കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പറയണേ, ഇവിടെ ചങ്ങായി ഇതൊന്നല്ല ലൈഫ്, ഇനി വരാൻ പോകേണ്ട ഒരു ലൈഫ്. നമ്മൾ ഈ കൈകൊണ്ട് സാധനങ്ങൾ പിടിക്കും, ഇതൊന്നും ഉണ്ടാകണം. കാലുകൊണ്ട് നടക്കേ, കാല് ഞാൻ ഇവിടെ ഇളക്കണത് ഇതുപോലെ, ഇനി എന്തിനാ നടക്കണത്? ഈ കണ്ണുകൊണ്ട് നമ്മൾ വർണ്ണങ്ങൾ കാണും, കണ്ണുകൊണ്ട് ഇപ്പോൾ ഈ കാണണം കണ്ടാൽ പോരെ. ഈ വായിൽ പല്ല് വരും, പല്ല് വന്നിട്ട് നമ്മൾ ഭക്ഷിക്കും. ഇതിനെ ഭക്ഷിക്കണം, നമുക്കിപ്പോൾ നേരെ കിട്ടുന്നുണ്ടല്ലോ ഉമ്മാൻ്റെ വയറ്റിന്, ഇനിയിപ്പോൾ എന്തിനാ ഭക്ഷിക്കണം? അതൊക്കെ ഉണ്ട്. അങ്ങനെ അവർ 2 പേരും പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വരുന്നതിന് മുമ്പ് മറ്റവൻ പറയും, ഇപ്പം നമ്മളെ മേത്ത് കാണുന്നതിനൊക്കെ വേറെ യൂസേജ് കിട്ടും, അപ്പോൾ ഈ കാണുന്ന യൂസേജ് ഒന്നല്ല. ആ തക്രമൊക്കെ ചൂണ്ടിയിട്ട് പറയും, ഇതുകൊണ്ട് വേറെ യൂസേജ് ഉണ്ട്. ചെവിമ്പൊക്കെ ചൂണ്ടിയിട്ട് പറയും, ഇതുകൊണ്ട് വേറെ യൂസേജ് ഉണ്ട് പോലെ. തലമ്പൊക്കെ ചൂണ്ടിയിട്ട് അവിടെ വേറെ യൂസേജ് ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും യൂസേജ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് തള്ളാണ് പോയി. രവിചന്ദ്രനെ, ഒരാൾ രവിചന്ദ്രനാണല്ലോ. അങ്ങനെ അവർ പുറത്തേക്ക് വന്നപ്പോഴാണ് എല്ലാവരുടെയും യൂസേജ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഗർഭാശയത്തിലിരിക്കുമ്പോൾ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള എന്തിൻ്റെ തെളിവാണ്? ഇനി അത് ഉപയോഗിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള തെളിവാണ്. എന്നതുപോലെ മനുഷ്യൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ ഒക്കെ ഇല്ലാതാക്കിയിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്, അല്ലേ? അപ്പോൾ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഇത് എവിടോ ഇത് പരിഹരിക്കപ്പെടണം, അല്ലാതെ ഇപ്പോൾ ഈ ബുദ്ധി കൊണ്ട് കാര്യമില്ലല്ലോ. ഷെയ്ഖ് സയ്യിദ് നൂർസി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, പരലോകം ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് അവൻ്റെ ബുദ്ധി ശാപമായി മാറുമായിരുന്നു. പോത്താണെങ്കിൽ കുഴപ്പമില്ല, കാരണം പോത്ത് ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതിന് വേറെ ഒലവി റുഫൈദ് ഇവിടെ പുറത്തിറങ്ങിയിട്ട് റോട്ടിൽ ഒരു പോത്തിനെ കാണും ഡെയിലി. ഓൻ പോകുമ്പോൾ അതിനൊന്ന് കുത്തും ഒരു സൂചി കൊണ്ട്, പോത്തൊന്ന് പൊളി, ഓൻ പോകും. 3-ാമത്തെ ദിവസം അങ്ങനെ ചെയ്തു, 4-ാമത്തെ ദിവസം അങ്ങനെ ചെയ്തു, 5-ാമത്തെ ദിവസം പോത്ത് ചിന്തിക്കുകയാണ്, ഇതിങ്ങനെ ഇട്ടാൻ പറ്റില്ല, ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നിട്ട് ചുറ്റുമുള്ള പോത്തുകളെ സംഘടിപ്പിച്ച് പോത്ത് വരുമോ? കാരണം എന്താ? പോത്തിന് വിശേഷ ബുദ്ധി ഇല്ലല്ലോ, ഉണ്ടോ? പോത്തിന് ചിന്തിക്കാനുള്ള കഴിവില്ല. പോത്തിന് എന്താണ് നന്മ തിന്മ, എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് അക്രമം, എന്താണ് വയലൻസ്, എന്താണ് നോൺ വയലൻസ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഒരു പോത്ത് ചത്തു കഴിഞ്ഞാൽ പറയുന്നതിനാ ഇന്ന പോത്തിൻ്റെ മോൻ ഇന്ന പോത്ത് ചത്തു എന്ന് പറയില്ല, കാരണം പോത്തിന് മേൽവിലാസമല്ല. അങ്ങനെ ഇരിക്കെയാണ് ഇസ്ലാം ആടശ്ശേരിയൊക്കെ അങ്ങനെ ഒരു ചാനലിലൊക്കെ ഇങ്ങനെ പറയാം, പോത്തുകളൊക്കെ ജീവിക്കുമ്പോൾ മതമുണ്ടായിട്ടാണ്. അപ്പോൾ അത് തന്നെ മതമുണ്ടായിട്ടാണ്, ശരിയാണ്, നമുക്കും അങ്ങനെ ജീവിക്കാമല്ലോ. അപ്പോൾ ഈ പോത്തുകളും മനുഷ്യന്മാരുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാത്ത ആളുകളാണ് ഇപ്പോൾ മുഖ്യധാരയിലുള്ളതെന്നാണ് പറഞ്ഞത്. ആ മുഖ്യധാര നമുക്ക് പൊളിക്കേണ്ട, കുട്ടികളെ പൊളിക്കണ്ടേ? അന്തോ കുന്തമുള്ളവരെ കയറ്റണ്ടായിക്ക്. എന്നാൽ നിങ്ങളൊക്കെ തയ്യാറാവി, നിങ്ങളൊക്കെയാണ് പറയേണ്ട ആൾക്കാർ. അല്ലാതെ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ പറഞ്ഞാൽ അതിന് ആൾ കിട്ടൂല, കിട്ടുമോ? അവിടെ പെണ്ണുങ്ങളെ ബാത്റൂം ഉണ്ടോ? എന്നാൽ ഞാനും പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഞാനും കയറാം, അതിന് പറ്റിയ ആൾക്കാർ അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ളവരവിടെ കിട്ടുള്ളൂ. അപ്പം ഞാൻ പിരിക്കണം മഹാരാജാസ് കോളേജിലല്ല, വളവന്നൂർ ബാഫക്കിയിലാണ്. ഹൈദറുസാനെ കുറിച്ച് പറയുമ്പോഴും ബാഫിതകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ വളവന്നൂർ ബാഫക്കി അതിൻ്റെ ഇടയിൽ ഒരു എപ്പിസോഡായിട്ട് വരും. നിങ്ങളെ വില നിങ്ങൾക്ക് അറിയില്ല, നമുക്കറിയാം, നമ്മൾ പുറത്തുനിന്ന് കേൾക്കണതാണ്. അപ്പം അതിൻ്റെ ഭാഗവാക്കായി എന്നുള്ളത് നമ്മളെ തൗഫീക്കാണ്, കുറച്ച് നല്ല രീതിയിൽ തരട്ടെ. അപ്പം ഇത് നിങ്ങളോടല്ല ഇപ്പോൾ പറയേണ്ടത്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. നമ്മളാണിതിപ്പോൾ ചർച്ച ചെയ്യുന്നുള്ളൂ കുട്ടികളെ, ഇതൊക്കെ നമ്മളെ ചർച്ച ചെയ്യുന്നുള്ളൂ, നമ്മളാണിത് ചർച്ച ചെയ്യേണ്ടത്. നമ്മളാണ് പഠിച്ചോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വസയുബദ്ദിലുല്ലാഹു ഖൗമൻ ആഖർ,
നമ്മളെ തുടച്ച് നീക്കിയിട്ട് അള്ളാഹു വേറെ ഒരു ടീമിനെ കൊണ്ടുവരും. അങ്ങനെയാണല്ലോ. അപ്പം എന്താ നമ്മൾ പറഞ്ഞു, പോത്തുകൾക്ക് എന്തില്ല, നീതിബോധമല്ല, വയലൻസ്, അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല, അവർക്ക് ചിന്താശേഷിയില്ല. അപ്പോൾ പോത്തും മനുഷ്യനും തുല്യമാണ് എന്നുള്ളത് അതൊരു ശൈലിയല്ല, അതൊരു നല്ല വർത്താനേ അല്ല, ആണോ? അതുപോലെ തന്നെ പ്രസക്തമല്ലാത്തൊരു ചോദ്യമാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം. അത് പ്രശസ്തമായ ചോദ്യം എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഉസ്താദ് ഉദ്ദേശിച്ച് പറഞ്ഞതായിരുന്നു. പ്രസക്തമായ ചോദ്യമല്ല, ആ ചോദ്യം തെറ്റാണ്. മനസ്സിലായോ? ആ ചോദ്യം തെറ്റാണ്. ചോദ്യം തെറ്റാവണം എങ്ങനെയാണ്? റുഫൈദ് നല്ലൊരു ചിത്രം വരച്ചു. റുഫൈദ് അതിൻ്റെ സ്കില്ല് പറഞ്ഞ ചിത്രം എന്താണ്? അതിൻ്റെ ഒരു സ്കില്ല് പറഞ്ഞു, എന്തെങ്കിലും പറയാം. റുഫൈദ് നല്ലൊരു ചിത്രം വരച്ചു. അപ്പോൾ ഇത് ആരാ വരച്ചത്? റുഫൈദാ വരച്ചത്. അപ്പോൾ അവൻ ചോദിക്കുക, റുഫൈദിനെ ആരാ വരച്ചത്? അവിടെ ചെങ്ങായി റുഫൈദിനെ വരക്കൂലല്ലോ, റുഫൈദിനെ ഇപ്പം ആരെയും വരച്ചില്ല, റുഫൈദ് നല്ല സൃഷ്ടിച്ചതല്ലേ. കവിത ആരാ എഴുതിയത്? കവിത എം.ടി. വാസുദേവനല്ല. കവിത എഴുതിയത് ആരാണ്? പേര്, കവിൻ്റെ പേര് അറിയില്ലേ? പാബ്ലോ നെരൂദയാണ് കവിത എഴുതിയത്. അപ്പോൾ പാബ്ലോ നെരൂദനെ ആരാ എഴുതിയത്? കാരണം നമുക്ക് പാബ്ലോ നെരൂദനെ എഴുതലല്ല, പാബ്ലോ നെരൂദ ജനിച്ചു വന്നതല്ലേ. ചിത്രം ആരാ വരച്ചത്? പിക്കാസോ. പാബ്ലോ പിക്കാസോ ആണ് ചിത്രം വരച്ചത്. പിക്കാസോനെ ആരാ വരച്ചത് എന്ന് ഒരാൾ ചോദിക്കാം. എന്നതുപോലുള്ള ചോദ്യമാണ് ഹൂ ക്രിയേറ്റഡ് ഗോഡ്. കാരണം ഗോഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അൺക്രിയേറ്റഡിനെ നമ്മൾ ഗോഡ് എന്ന് പറയുള്ളൂ. അൺക്രിയേറ്റഡായ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ എന്തെന്ന് പറയുള്ളൂ? ഗോഡ് എന്ന് പറയുള്ളൂ. കാറ്റഗറി ഫാലസിയാണ്. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ. പിക്കാസോയെ ആര് വരച്ചു പറഞ്ഞ മാതിരിയാണ് അല്ലേ? അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളൊരു സാധനം, ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നാൽ അത് ദൈവം എന്ന് തീരുമാനിച്ചതല്ല. മനുഷ്യന്മാർ പണ്ട് മുതലേ പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാറ്റുണ്ട്, മഴയുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അതൊക്കെ ചലിക്കുന്നുണ്ട്. മരങ്ങൾ മണ്ണിൻ്റെ അടിയിൽ വിത്ത് കുഴിച്ചിട്ടാൽ വളരുന്നുണ്ട്. ഈ പ്രതിഭാസത്തിൻ്റെ പിന്നിലൊക്കെ എന്താണെന്നുള്ള ചിന്ത മനുഷ്യർക്ക് ആദ്യകാലം മുതലേ ഉണ്ട്. അതിനാണ് ഫിലോസഫി എന്ന് പറയുന്നത്. അപ്പോൾ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബുൽ ഹസൻ അൽ ആമിരി എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ അൽ ഇഅ്ലാമു ബി മനാഖിബിൽ ഇസ്ലാം എന്നൊരു ഗ്രന്ഥമുണ്ട്, നമുക്ക് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് അദ്ദേഹം നോളജിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അറിവ് എത്ര വിധമാണ്, ഏതെല്ലാം. അതിലൊന്ന് അൽ ഇൽമുൽ മില്ലി, അൽ ഉലൂമുൽ മില്ലിയ. 2 അൽ ഉലൂമുൽ ഹിക്മിയ. അൽ ഉലൂമുൽ മില്ലിയ എന്ന് പറഞ്ഞാൽ ഹദീസ്, ഖുർആന്, ഇതൊക്കെ വേണ്ടുള്ള ആ സംഭവങ്ങളാണ്. അതിൻ്റെ ആലത്ത്, അതിൻ്റെ ടൂളാണ് നഹവും സർഫൊക്കെ അല്ലേ, നമ്മൾ പഠിച്ച പോലെ. ഉലൂമുൽ ഹിക്മിയ എന്നൊരു സാധനമുണ്ട്. ഉലൂമുൽ ഹിക്മിയ അതിനാണ് മൂപ്പർ എന്ത് പെടുത്തുന്നത്? ഇവിടെ ഫിസിക്സ്, എഞ്ചിനീയറിങ് സാധനങ്ങളൊക്കെ പെടുത്തുന്നത്. അതിലൊരു മൂപ്പർ പെടുത്തിയൊരു സാധനമാണ് ഇലാഹിയാത്ത്. ഇലാഹിയാത്ത് പറഞ്ഞാൽ തിയോളജി, അതാണ് നമ്മുടെ വിഷയം, തിയോളജി. അപ്പം ഉലൂമുൽ മില്ലിയയിൽ തിയോളജി പെടുത്താതെ ഹിക്മിയയിൽ പെടുത്താതെ, ഹിക്മിയ പറഞ്ഞ ഫിലോസഫിക്കൽ കാറ്റഗറി ഓഫ് നോളജ്, മറ്റൊരു മതത്തിൻ്റെ കാറ്റഗറി ഓഫ് നോളജ്. ഹിക്മിയയിൽ പെടുത്താൻ കാരണം ഫിലോസഫേഴ്സ് തന്നെ ദൈവത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, ദൈവം എന്നുള്ള ആ ഒരു അസ്തിത്വത്തെക്കുറിച്ച് ആലോചനകൾ നടത്തിയിരുന്നു. പ്രവാചകന്മാർ വന്ന് അള്ളാഹനെ നേരിട്ട് പരിചയപ്പെടുത്തുന്ന ഇതല്ലാതെ തന്നെ ഫിലോസഫിക്കൽ ട്രഡീഷനിൽ തന്നെ ആരുണ്ടായിരുന്നു? ദൈവം എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ചും ദൈവം എന്നുള്ളൊരു അസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു. എങ്ങനെ നടക്കുക? ഇതൊക്കെ ഉണ്ടായി, അപ്പം ഇതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവണ്ടേ എന്നുള്ളതാണ്. ഇതൊക്കെ ഉണ്ടായി, അപ്പം ഇതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവണ്ടേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും, കോഴി ആദ്യം ഉണ്ടായിരുന്നു, മുട്ട ആദ്യം ഉണ്ടായിരുന്നു. കോഴി മുട്ട, കോഴി മുട്ട, മുട്ട കോഴി, അങ്ങനെ പോകാതെ തീരണ്ടേ? ഇത് തീരുന്നില്ല. അപ്പോൾ എന്തിന് തെളിവാണ്? ഒരു മുട്ടയിൽ നിന്നുണ്ടാവേണ്ട ഗതികേടില്ലാത്ത ഒരു കോഴി, ആദ്യത്തെ കോഴി ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവിടെ കോഴി ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അതാണ് ഈ പറയാൻ പറ്റുക, കോഴി ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായില്ല? ഒരു വെടി പൊട്ടി, ആരാ വെടി പൊട്ടിക്കാൻ പറഞ്ഞ് ചോദിച്ചു. ആരാണ് വെടി പൊട്ടിക്കാൻ പറഞ്ഞ്? അത് നമ്മളെ മേലത്തെ കമാൻഡർ പറഞ്ഞതാണ്. എന്നോടാരാ പറഞ്ഞത്? അത് അതിൻ്റെ മുമ്പത്തെ കമാൻഡർ പറഞ്ഞതാണ്. എന്നോടാരാ പറഞ്ഞത്? അത് അതിൻ്റെ മുമ്പത്തെ കമാൻഡർ പറഞ്ഞതാണ്. അങ്ങനെ ഇതിങ്ങനെ പോയിട്ട് ഇത് നിൽക്കണില്ല, ഇൻഫിനിറ്റ് റിഗ്രഷനിലേക്ക് പോകാം. അനന്തമായ പശ്ചാത്തലഗമനം എന്ന് പറയും. പിന്നോട്ട് അങ്ങനെ പൊതു നിൽക്കണില്ല. ഇത് നിൽക്കണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വെടി ഇവിടെ പൊട്ടിയിട്ടില്ല എന്നർത്ഥം. കാരണം ഇജ് സമ്മതം കൊടുത്താലല്ലേ ഓൻ പൊട്ടിക്കുള്ളൂ. ഇജ് സമ്മതം കൊടുത്താലല്ലേ ഓൻ ഇവർക്ക് സമ്മതം കൊടുക്കുള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ ശൈലിയിൽ ഇങ്ങനെ പറയട്ടോ, ഇഹ്തിറാമ് വാക്കുകളില്ലാതെ പോലെ നിങ്ങൾ പൊരുത്തപ്പെടണം.
സാധാരണ ക്ലാസ് എടുക്കുന്ന ശൈലിയിലേക്ക് അറിയാൻ മാറും നമ്മൾ വിഷയം. അപ്പോൾ അപ്പോൾ നിങ്ങൾ അയാൾക്ക് സമ്മതം കൊടുത്തു, നിങ്ങൾ അയാൾക്ക് സമ്മതം കൊടുത്തു, നിങ്ങൾ അയാൾക്ക് സമ്മതം കൊടുത്തു, അങ്ങനെ സമ്മതം കൊടുത്തു. ഈ സമ്മതം നിങ്ങൾക്കാരൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മേലത്തെ ആളാണ്, എത്ര പോയിട്ടും ഇത് എത്തുന്നില്ല. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വെടി പൊട്ടിയില്ല എന്നുള്ള അർത്ഥം. അത് സമ്മതം കിട്ടണ്ടേ? അതിനർത്ഥം എന്താ? മറ്റൊരാളോട് സമ്മതം ചോദിക്കേണ്ടാത്ത ഒരാൾ വെടി പൊട്ടിക്കാൻ വേണ്ടി ഓർഡർ ഇട്ടിട്ടുണ്ടാവണം അല്ലേ? ഒരു 100 രൂപ നിങ്ങൾ കൈ കിട്ടി, നിങ്ങൾക്ക് ആരാന്ന് ഇവ തന്നാ, ഇവ ആരാന്ന് ഇവ തന്നാ, ഇവ ആരാന്ന് അത് തന്നാ, അങ്ങനെ 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 പോയിട്ട് നിൽക്കണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ 100 രൂപ ഇവിടെ കിട്ടിയില്ല. കാരണം ഏതൊരാളോട് ചോദിച്ചാലും അയാൾക്ക് അതിന് മുമ്പത്തെ ആളല്ലേ കൊടുത്ത്. അപ്പം അതിൻ്റെ ലോജിക്കൽ എക്സ്പ്ലനേഷൻ എന്താ? ഇതെവിടെയും പോയി നിൽക്കണം. മറ്റൊരാളിൽ നിന്നും 100 രൂപ വാങ്ങേണ്ട ഗതികേടില്ലാത്ത ഒരാൾ സ്വന്തം 100 രൂപ ഇറക്കി കൊടുക്കണം, എന്നാലല്ലേ നിങ്ങൾക്ക് 100 രൂപ കിട്ടുള്ളൂ. അതാണ് അതിനാണ് നമ്മൾ അൺകോസ്ഡ് കോസ് എന്ന് പറയുന്നത്. അൺകോസ്ഡ് കോസ് ഉണ്ടാവാൻ മറ്റൊന്നിൻ്റെ കാരണം ആവശ്യമില്ലാത്ത അസ്തിത്വം, അതിനാണ് എന്തെന്ന് പറയാം? അൺകോസ്ഡ് കോസ്. ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഫിലോസഫർമാരെന്നെ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ ദൈവം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. പിന്നെ റസൂല അതത് കാലത്തെ പ്രവാചകന്മാരൊക്കെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് വേറെ വിഷയം, അതേതായാലും പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അൺകോസ്ഡ് കോസ് എന്ന് പറയും മറ്റൊന്നിൻ്റെ കാരണത്താൽ ഉണ്ടാവേണ്ട ഗതികേടില്ലാത്ത അസ്തിത്വം. അങ്ങനെയാണ് എന്തെന്ന് പറയാം? അൺകോസ്ഡ് കോസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ഒരു ലോജിക് കൊണ്ട് മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഗസാലിമാമും അരിസ്റ്റോട്ടിലും അതിൻ്റെ മുമ്പ് പിന്നെ തോമസ് അക്വിനാസും അവരെല്ലാവരും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ആർഗ്യുമെൻറ്റ്സ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് പറഞ്ഞിട്ട് ഒരുപാട് ആർഗ്യുമെൻ്റ്, ഡിസൈൻ ആർഗ്യുമെൻറ്റ്, പിന്നെ കോണ്ടിൻജൻസി ആർഗ്യുമെൻറ്റ്, കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ്, സഫിഷ്യൻറ്റ് റീസൺ ആർഗ്യുമെൻറ്റ് എന്നൊക്കെ കുറേ ആർഗ്യുമെൻറ്റുകൾ. അതൊക്കെ വാദങ്ങളാണ്, ദൈവമുണ്ട് എന്നുള്ളതിനുള്ള വാദങ്ങൾ. ഒരു വാദമില്ലാതെ പണ്ടൊരു കാട്ടറബി പറഞ്ഞില്ലേ, ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടപ്പോൾ അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ വൽ ഖുത്വത്തു തദുല്ലു അലൽ മസീർ വൽ അർദു ദാത്തുൽ ഫിജാജ് വസ്സമാഉ ദാത്തുൽ ബുറൂജ് തദുല്ലു അലൽ അലീമിൽ ഖബീർ എന്ന് പറഞ്ഞു. ഒട്ടക കാഷ്ടം കണ്ടാൽ ഒട്ടകം ഇട്ട കാഷ്ടം തന്നെയാണ്, അല്ലാതെ ഇവിടെ ഒട്ടക കാഷ്ടം എന്ത് പറഞ്ഞാലും നിങ്ങളെന്നെ ആലോചിച്ചു. ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടു, ഒട്ടകട്ടതല്ലാതെ പിന്നെ വെറുതെ മുളച്ചു കൊണ്ടുപോകും. അൽ ഖുത്വത്തു തദുല്ലു അലൽ മസീർ, ചെരുപ്പടി കണ്ടാൽ അതൊരാൾ നടന്നു പോയത് തന്നെയാണ്, അല്ലാതെ അല്ലേ? സാധാരണഗതിയിൽ ഒരാൾ നടന്നു പോയതല്ലേ. വല്ലാർദു ദാത്തുൽ ഫിജാജ്, മലഞ്ചെരുവുകളും താഴ്വാരങ്ങളൊക്കെ ഉള്ള ഭൂമി. വസ്സമാഉ ദാത്തുൽ ബുറൂജ്, രാശികളും ബുറൂജുകളൊക്കെ ഉള്ള ആകാശം. ഇതെന്തിന് തെളിവാണ്? അലൽ ഹക്കീമിൽ ഖബീർ എന്ന് ഒരു പ്രകൃതിയെ മാത്രം നിരീക്ഷിച്ച ഒരു ഫിലോസഫിക്കൽ ട്രഡീഷൻ്റെയും ഭാഗമാവാത്ത അയറാബി പറയും. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് പറയാം. പിന്നെ ഹൃദയം കൊണ്ട് ദൈവത്തെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സംഭവമാണല്ലോ. പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞ ക്ലിയറായി. അപ്പം ഇനി ഇപ്പം അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളുള്ള ബന്ധം എന്താ? ആ ദൈവം നമ്മളുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പം അന്ത തുക്രിഹുന്നാസ ഹത്തായക്കുനു മുഅ്മിനീൻ എന്ന് ഖുർആനിലുണ്ട്. റസൂലാണ് പറഞ്ഞതാണ്, കുറച്ച് ജനങ്ങളെ നിർബന്ധിക്കണം ഒരു വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്നുള്ളത്. പക്ഷെ പ്രപഞ്ചത്തിലെല്ലാവരും മുസ്ലിങ്ങളാണ്, പ്രപഞ്ചത്തിൽ എല്ലാവരും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഒരു ആയത്ത് സൂറത്തുൽ ബഖറയിലായത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. പാറക്കല്ലുകൾ അള്ളാഹിനോടുള്ള പേടിയിൽ ഉരുണ്ട് താഴോട്ട് വീഴും. പാറക്കല്ല്. അപ്പം അതിനെങ്ങനെ പേടി ഉണ്ടാവണം? ആ പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത പേടിയാണ്. അത് എക്സിസ്റ്റൻസിൻ്റെ വേൾഡിലുള്ള ഒരു പേടിയാണ്. നമുക്കതറിയാം. നമുക്ക് പേടി പറഞ്ഞാൽ വേറൊരു സാധനമാണല്ലോ. ഉള്ള ഹൃദയമിടിപ്പ് കൂടലും, ബേജാറാവലും, രക്തസമ്മർദ്ദം വർദ്ധിക്കലൊക്കെ ഉള്ള ആ ഒരു ഫംഗ്ഷനാണ്. ആ ഒരു
പ്രോസസ്സാണ് നമുക്ക് പേടി നിറഞ്ഞത്. കല്ലിന് പേടി പറഞ്ഞാൽ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് പടച്ചവൻ സൂറത്തുൽ ഇസ്രായേൽ വേറെ പറഞ്ഞത് തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിന്ന. ആകാശലോകങ്ങളും ഭൂമിയിലൊക്കെ പടച്ചവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അള്ളാഹ്ക്ക് വേണ്ടി തസ്ബീഹ് അല്ലാത്ത ഒരണുവുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹു. പക്ഷെ നിങ്ങൾക്ക് അതിന് എന്ത് മനസ്സിലാവണില്ല? അതിന് തസ്ബീഹ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. തസ്ബീഹ്, അതിൻ്റെ തസ്ബീഹ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. ചൊല്ലൂലേ? ആവണില്ല. പിന്നെ എന്താ നമുക്കറിയില്ല. അപ്പോൾ ഈ എക്സിസ്റ്റൻസിനെ കുറിച്ച് പഠിച്ച ഒരു ലോകത്തുള്ള ഉണ്മയെക്കുറിച്ച് പഠിച്ച ഒരു കാഴ്ചപ്പാടെ നമുക്ക് തരാം. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ബുദ്ധി വിവേകമൊക്കെ ഉണ്ട്, നിങ്ങൾ ചിരിക്കണവും കളിക്കണമൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മാത്രമല്ല, പ്രപഞ്ചത്തിൽ വേറെയും വസ്തുക്കളുണ്ട്. ഇവരൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഭൂമി ചിന്തിക്കുകയാണ്, അതിപ്പോൾ ഈ 1600 km/h തന്നെ പോകണോ? ഈ പകുതി സ്പീഡിൽ പോയാൽ പോരെ, എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കണത് എന്ന് ഭൂമിക്ക് ചിന്തിക്കാൻ കഴിയുമോ? അപ്പോൾ ഭൂമി 800 km/h തിരിച്ചിലാക്കി. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂറോ അല്ലേ? 24 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം പൂർത്തിയാവില്ല. 12 + 12 24 ആവില്ലേ? 24 + 24 48 ആവും. ഭൂമി അതിന് ഒരൊറ്റ തിരിച്ചിലല്ലേ രാവും പകലും മാറുന്നത്. ഇനി ഭൂമി 1600 3200 ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴോ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 12 മണിക്കൂറേക്കാണ്. പോട്ടെ, ചക്ക ആലോചിക്കണം. അടുത്ത മഴക്കാലത്ത് ചക്ക വേണ്ട, ഒരു വെറൈറ്റി ആർക്കും ഇഷ്ടപ്പെടാത്ത മാങ്ങകൾ കഴിച്ചാലും ചക്ക ആലോചിക്കണം. നടക്കുമോ? ഇല്ല. ഹൈഡ്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഒരുപാട് മൂലകങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ഈ മൂലകങ്ങൾ ചിന്തിക്കുകയാണ്, ആറ്റോമിക് നമ്പർ ജസ്റ്റ് മാറ്റിയാൽ നടക്കുമോ? ഒന്നും നടക്കാൻ പറ്റില്ല. എല്ലാവരും മുസ്ലിങ്ങളാണ്. ഒക്കെ പടച്ചോൻ്റെ നേച്ചുറൽ ലോക്ക് അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ മനുഷ്യനും ജിന്നിനും ഒരു ഫ്രീഡം ഉണ്ട്. അതെന്താ ഫ്രീഡം? ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം. അതാണ് മനുഷ്യനും പടച്ചോനുള്ള ബന്ധം. പറഞ്ഞത് മനസ്സിലാവണം. ഇന്ന അറന്നൽ അമാനത്ത അല സമാവാത്തി വൽ അർളി വൽ ജിബാലി ഫഅബൈന അൻ യഹ്മിൽനഹാ ഫഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല. അതാണ് മനുഷ്യനും പടച്ചോനുള്ള ബന്ധം. അമാനത്താണ് മനുഷ്യനും പടച്ചോനുള്ള ബന്ധം. അതായത് ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മളെ പറഞ്ഞയച്ചു. ഇന്നീ ജായലും പിള്ളേർക്ക് ഖലീഫ. രണ്ടാമത് മനുഷ്യനും പടച്ചോനുള്ള ബന്ധം എന്താ? ഭൂമിയിൽ അള്ളാഹു പ്രതിനിധിയെ നിശ്ചയിച്ചു. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, പ്രതിപുരുഷനാണ് ആര്? ഭൂമിയിൽ മനുഷ്യൻ. അത് ആ ഒരു ഡെഫിനിഷൻ, അത്ര അന്തസ്സുള്ളൊരു ഡെഫിനിഷൻ മറ്റൊരു മതവും മനുഷ്യർക്ക് നൽകുന്നില്ല. ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് മനുഷ്യൻ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ. അതല്ല ഇപ്പോൾ മുണ്ടക്കൈയിലോ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? മുണ്ടക്കൈയിൽ മനുഷ്യന്മാരെ കരുണ കൊണ്ട് അണപൊട്ടി ഒഴുകല്ലേ? അതൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് മനുഷ്യൻ. അപ്പോൾ ആ ഒരു അന്തസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് വിശ്വസിക്കുന്ന ആൾക്ക് അപ്പോൾ ദുരന്തങ്ങളൊന്നും ഒരു വിഷയമാവില്ല. ഇപ്പോൾ ഫലസ്തീനിൽ അത് അങ്ങനെ കൊല്ലുന്നത്. നമ്മളിപ്പോൾ മുണ്ടക്കൈപ്പ് നമ്മളെ അടുത്ത് നടന്നുകൊണ്ടാണ് നമ്മൾ വിഷയമാകുന്നത്. 100ഓളം വർഷമായി ഫലസ്തീനിൽ അങ്ങനെ കൊല്ലുന്നത്. ചെറിയ കുട്ടികൾ, തലയില്ലാത്ത കുട്ടിയുമായിട്ടെടുത്ത് വാപ്പ അങ്ങനെ ഓടുകയാണ്. തല പൊളിഞ്ഞത്, കാല് പൊളിഞ്ഞത്, കുടൽമാല പുറത്ത് ചാടിയത്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ മേലെ ബോംബ്, പിന്നെ റെഫ്യൂജി ക്യാമ്പിൻ്റെ മുകളിൽ ബോംബ്, ഹോസ്പിറ്റലിലെ സാധനങ്ങൾ അടിച്ച് തകർക്കണ്, പള്ളിൻ്റെ മേലെ ബോംബ്. കൊല്ലുകളേ, നമുക്കൊക്കെ എന്ത് സുഖമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? ഇതിനൊന്നും ഒരു പരിഹാരം അല്ലെങ്കിൽ പിന്നെ ഈ നിരീശ്വരവാദികൾക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? എന്താണ് ആ മോയന്തിന് പ്രതീക്ഷയുള്ളത്? ഓ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ഓർക്ക് ക്യാൻസർ ഉണ്ടായി. അപ്പോൾ ഓൻ ചിന്തിക്കുകയാണെന്ത്, എൻ്റേത് കഴിഞ്ഞ്. ഭയങ്കര ടെൻഷൻ വരിക. കാരണം ഓൻ മരിക്കുന്നതോടുകൂടി ഓൻ്റെ കഴിഞ്ഞില്ലേ, തീർന്നില്ലേ, ഓർക്ക് വേറെ ഒന്നുമില്ല. നേരെ മറിച്ചോ ഒരു വിശ്വാസി ചിന്തിക്കുകയാണ്, പാർട്ട് ഓഫ് ലൈഫ്. മരണം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ ഒരു സ്റ്റേജ് മാത്രമാണ്. അത് കഴിഞ്ഞ് ഇതിലേറെ രസകരമായ അവസ്ഥയിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മുമ്പിൽ ഇങ്ങനെ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. അത്ര മാധുര്യത്തോടെ മരണത്തെ സമീപിക്കാൻ ആർക്കും കഴിയില്ല, മറ്റാർക്കും കഴിയില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അപ്പോൾ തിയോളജി, ദൈവവുമായിട്ടുള്ള ബന്ധം, ഈ തിയോളജിക്ക് ഇലാഹിയാത്ത് പഴയ ഭാഷയിൽ പറയും, പുതിയ ഭാഷയിൽ ലാഹൂത്ത്,
ലാഹൂത്തിയ എന്നൊക്കെ പറയും, ലാഹൂത്തിയ. അപ്പോൾ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം എന്ന് പറഞ്ഞാൽ അൺക്രിയേറ്റഡ് ആണ് എന്നുള്ള കാര്യം, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കും. ദൈവം അൺക്രിയേറ്റഡ് അല്ലേ പിന്നെ ദൈവം എന്ന് പറയില്ല, മനസ്സിലായോ? അപ്പോൾ ഒരാളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ ആ തലക്കെ പോയാലും ദൈവം ആയിക്കോട്ടെ, ആ ദൈവത്താരുണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം തെറ്റാണ്. കാരണം ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് ഫസ്റ്റ് ബസ് എന്ന് ചോദിച്ചു. കോഴിക്കോട് ഫസ്റ്റ് ബസ് ഒരു 4:50, 5:10, അതിൻ്റെ മുമ്പ് എപ്പോഴാണ് ഒരാൾ ചോദിക്കുകയാണ്, അതിൻ്റെ മുമ്പ് എപ്പോഴാണ്? അവിടെ നമുക്ക് ഫസ്റ്റ് ബസ് എന്നല്ല ചോദിച്ചത്, ഫസ്റ്റ് ബസ്സാണ് ഇപ്പോൾ ഈ പറഞ്ഞത് 5:10. പിന്നെ അതിൻ്റെ മുമ്പ് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് ഫസ്റ്റ് ബസ് അല്ലല്ലോ. കാരണം മനസ്സിലായോ? ചോദ്യം തെറ്റാണ്. അപ്പോൾ ദൈവത്താരെ സൃഷ്ടിച്ചുള്ള ചോദ്യം തെറ്റാണ്. ഒരു അവിവാഹിതനായ ബാച്ചിലറെ കാണിച്ചു തരുമെന്ന് വെച്ചാൽ ഒന്നുകിൽ വിവാഹിതൻ അല്ലെങ്കിൽ ബാച്ചിലർ, ഇത് രണ്ടും കൂടി ഒപ്പം കഴിയില്ല, സീനാവും. വട്ടത്തിലുള്ള ത്രികോണം വരച്ചു തരുമെന്ന് വെച്ചാൽ ഒന്നുകിൽ ത്രികോണം അല്ലെങ്കിൽ വട്ടം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയാം. നമ്മളൊക്കെ പോസിബിൾ എക്സിസ്റ്റൻസാണ്. പ്രപഞ്ചത്തിലെ എക്സിസ്റ്റൻസ് 3 ഇതുണ്ട്. ഒന്ന് നെസസറി എക്സിസ്റ്റൻസ്, നെസസറി ബീയിങ്. 2 പോസിബിൾ ബീയിങ്, 2 ഇമ്പോസിബിൾ ബീയിങ്. നെസസറി ബീയിങ് ആണ് അള്ളാഹ്. അള്ളാഹ് ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. നമ്മൾ ആ ഫസ്റ്റ് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞത്, ഫസ്റ്റ് കോഴ്സ് ഇവിടെ ഉണ്ടാവണം നിർബന്ധമാണ്, നല്ല നമ്മളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാവണം നിർബന്ധമല്ല. നമ്മൾ ടെമ്പറലാണ്, സ്പേഷ്യോ ടെമ്പറലാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നിമിഷത്തിൽ ഉണ്ടാവുന്നു. അതേപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മരിച്ചു പോകുന്നു. നമ്മളും മരങ്ങളും ജീവികളൊക്കെ വേണമെങ്കിൽ ഉണ്ടായാൽ മതി. അതുപോലെ പ്രപഞ്ചത്തിൽ ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് വേറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കല്യാണം കഴിച്ച ബാച്ചിലറും ജീവിച്ചിരിക്കണ ശവവും വട്ടത്തിലുള്ള ത്രികോണവും ഫസ്റ്റ് ബസ്സിൻ്റെ മുമ്പത്തെ ഫസ്റ്റ് ബസ് കൈവിട്ടണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇമ്പോസിബിളായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്. തെറ്റാണ്. ആ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇനി ഒരു വിഷയം കൂടി പറയാം. ലോകത്ത് നീതിയുടെ പ്രശ്നം, വേദനകളുടെ പ്രശ്നം, 2 കാര്യങ്ങൾ. അപ്പോൾ ഒന്ന്, ഇപ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ എൻ്റെ പങ്ങള് വിരുന്ന് വന്നു. അപ്പോൾ പങ്ങള് വരുമ്പോൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ പെരയിൽ. അപ്പോൾ അങ്ങനെ മുട്ടൊക്കെ പീങ്ങിച്ചിട്ട് അമ്മ അങ്ങനെ വെച്ചിരിക്കുകയാണ് അടുക്കളയിൽ. ഒരു 5-6 മുട്ടൊക്കെ പീങ്ങി അങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ പങ്ങള് കുട്ടീനെ ഒപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ അതിൽ വന്നു. 6 മാസം പ്രായമുള്ള കുട്ടി ഇങ്ങനെ പോകുമ്പോൾ കൈ കൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ വീശും. ചെറിയ കുട്ടിയല്ലേ. കുട്ടി ആ അടുക്കള ഭാഗത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഈ മുട്ട പീങ്ങി വെച്ച് അതിൻ്റെ മേലെ അടച്ചു വെച്ച തിളച്ച വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കണ പാത്രത്തുമ്പോൾ കുട്ടി കൈ വെച്ചു. കുട്ടി അലറിക്കരഞ്ഞു. എല്ലാവരും പേടിച്ചു, ബേജാറായി. കയ്യുമ്മ പുരട്ടുള്ള സാധനങ്ങളൊക്കെ പുരട്ടി. അപ്പം എൻ്റെ അമ്മക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കുട്ടീനോട് ദേഷ്യപ്പെടുക, ഏതായാലും നടക്കൂല, അതുകൊണ്ട് കാര്യമില്ല. പിന്നെ കലത്തിനോട് ദേഷ്യപ്പെടുക, അത് അത്രയും നടക്കൂല. പിന്നെ ആകെ ഓപ്ഷനുള്ള പങ്ങളോട് ദേഷ്യപ്പെടുക എന്നുള്ളതാണ്. അവനമ്മ പങ്ങളോട് ദേഷ്യപ്പെട്ടു, അങ്ങനെ തന്നെയല്ലേ, സ്വാഭാവികമല്ലേ. ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചതല്ല, ഈ കുട്ടിക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതാണ് നിരീശ്വരവാദികൾ ചിന്തിക്കുക. ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഈ കുട്ടി അനുഭവിച്ച വേദനയുടെ എക്സ്പ്ലനേഷൻ എന്താണ്? മുണ്ടക്കയിൽ ആൾക്കാർ ഒളിച്ചു പോയതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? എന്തിനാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമുക്കറിയാം. ഹൗ എങ്ങനെയെന്നുള്ളത് നമുക്കറിയാം അല്ലേ? ഹൗ ക്വസ്റ്റ്യൻ നമുക്ക് ഉത്തരമുണ്ട്. കാരണം അവിടെ പിന്നെ ഓരോരുത്തർക്ക് ഓരോന്ന് മഴ വന്ന് പിന്നെ ഉരുളൻ കല്ലുകളാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ സമ്മർദ്ദം അതിന് താങ്ങിയില്ല. അപ്പോൾ മണ്ണിന്നത് പുറത്തള്ളി. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ച് കളഞ്ഞ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ വേരുകൾ അവിടെ നിന്നിരുന്നു. ആ വേരുകളാണ് മണ്ണും പാറയും തമ്മിലുള്ള കണക്ഷൻ ഉറപ്പിച്ച് നിർത്തുന്നത്. ഈ വേരുകൾ ഒരുപാട് വർഷങ്ങൾ എടുക്കുമ്പോൾ അത് നുരുമ്പിപ്പോകുമ്പോൾ അവിടെ ഹോളോ ആയി വരും. അവിടെ മണ്ണ് ശരിക്കില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ വെള്ളം വരുമ്പോൾ എന്താവും? വെള്ളം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വേര് നുരുമ്പിയ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പിംഗ് എന്നുള്ള പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ട് തള്ളി വരും. ഇതൊക്കെ അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ട് അല്ലേ? എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, പക്ഷെ എന്തിനാ ഉരുൾപൊട്ടിയത്, എന്തിനാ അവിടെ തന്നെ ഉരുൾപൊട്ടിയെന്ന് വെച്ചാൽ അതിനുള്ള ആൻസർ പഠിച്ചുകൊണ്ടിരിക്കാം ആണല്ലോ. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യയിൽ PG പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവന്
ഒരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ലൈവ് വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ മരിച്ചാൽ മാത്രമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ പോയി അടിച്ചു, ആ ഓട്ടോറിക്ഷ ഒന്ന് ഡിവൈഡർ നമുക്ക് വീണു. പിന്നെ ഓനും സംസാരിക്കണം, വെള്ളം കുടിക്കണമൊക്കെ ഉണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മരണപ്പെട്ടു. കുറച്ച് സുഹൃത്തുക്കളുടെ ഷന്നാദ്, നമ്മളെ DSUൻ്റെ ഒക്കെ ആളായിരുന്നു, ദാറുൽ സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒക്കെ ആളായിരുന്നു. നമ്മളെ PG കുട്ടി. അപ്പം കളാണ് സംഭവം. പക്ഷെ നമ്മളതിനെ എന്തായിട്ട് കണക്ട് ചെയ്യും, നമ്മളതിനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ അത് തട്ടിയപ്പോൾ ഓട്ടോറിക്ഷ തട്ടിയപ്പോൾ ഇങ്ങോട്ട് വീണപ്പോൾ. എന്നാൽ ചിലവർ മേത്ത് കൂടെ ഇതിലേറെ വലിയ സാധനങ്ങൾ വന്ന് വീണിട്ടും ഓല് ജീവിക്കണം അല്ലേ? അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് റബ്ബാണ്. പിന്നെ എന്തിനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഒന്നുകിൽ അള്ളാഹിൻ്റെ ശിക്ഷയാവാം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പരീക്ഷണമാവാം, അല്ലെങ്കിൽ അള്ളാഹു കാരുണ്യത്തോടെ അവരെ സ്വീകരിക്കാവാം അല്ലേ? ഇപ്പം ഇസ്മായിൽ ഹനിയെ മരണപ്പെട്ടു, കാണുന്നവർക്കൊക്കെ ആകെ ചോരക്കളി. ഇസ്മായിൽ ഹനിയെ ഷഹാദത്ത് കിട്ടി, ഭയങ്കര മുവഫക്കായ മനുഷ്യനല്ലേ, രക്തസാക്ഷിയായി. നിങ്ങൾ ആലോചിച്ച് വാപ്പാരും ഉമ്മാരും വല്യന്മാരും വല്യപ്പാരൊക്കെ ഫലസ്തീനിൽ കൊല്ലപ്പെട്ട കുട്ടികളെ ചോര വാർന്നൊഴുകുന്ന ശരീരവുമായിട്ട് ഓടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് പറഞ്ഞ് ഓടുകയാണ്. ഇപ്പം ഇന്നലെ ഒരു വല്യമാൻ്റെ വീഡിയോ ഉണ്ട് ഫലസ്തീനിൽ ഒരാളിങ്ങനെ മരിച്ചെടുക്കുക. എന്നിട്ട് പറയണേ, നമ്മളെ നേതാക്കന്മാർ, നമ്മളെ മുമ്പ് മരിച്ചു പോയ ഗസയിലെ ആളുകൾ എല്ലാവരോടും ഇൻ്റെ സലാം പറയണം. മയ്യത്തിനോടെ പറ്റിപ്പോയി. ഒരു മനോഭാവം നോക്കി നിങ്ങൾ, ഓരോ മനോഭാവം നോക്കി. ഈ മനോഭാവത്തോടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാമെന്നാണ് പ്രധാനം. നമ്മൾ കറാമത്തുർ റജുലി ദീനുഹു എന്നൊക്കെ പറയരുത്. പണ്ടൊരു വലിയനോട് പറഞ്ഞത്ര, മൂപ്പരാൾ ഉഷാറാണ്, മൂപ്പര് വായു കൂടെ പറക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ, അതിപ്പോൾ മീനുകളും പറക്കൂലേ, അല്ല പിന്നെ പക്ഷികളും പറക്കൂലേ. മൂപ്പര് കടലിൽ കൂടെ പോകും, അതിപ്പോൾ മീനുകളും പോകില്ലേ. അവൻ നല്ല കുട്ടിയെ കറാമത്തുർ റജുലി ദീനുഹു. അതായത് സുബി നമ്മൾ വൈകി 4 മണിക്ക് കടന്നു, ഇവിടെ 5:30 നിസ്കരിക്കാൻ വേണ്ടി നീക്കാൻ കഴിയാന്നുള്ളതാണ് എന്ത്, അതാണ് കറാമത്ത്. മനസ്സിലായില്ല? നിങ്ങളൊറ്റക്ക്, നിങ്ങളെ മൊബൈൽ ഒറ്റക്ക്, ആരും കാണില്ല, നിങ്ങളെ റൂമിൽ നിങ്ങളെ മൊബൈലും നിങ്ങളെ നെറ്റും മാത്രം. അപ്പം നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ തുറക്കാതിരിക്കുക എന്നുള്ളതാണ് കുട്ടിയെ കറാമത്ത്. മറ്റേതിപ്പോൾ മജീഷ്യന്മാർ ചെയ്യൂലേ, ഒരു പേപ്പറിനുള്ളിൽ പൈസ ഉണ്ടാക്കൂലേ. അപ്പം നമ്മൾ പവർഫുൾ ആവണം എപ്പോഴാണ്? നമ്മളെ സെൽഫ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പവർഫുൾ ആവണം. ആ പവർഫുൾ ആവാനുള്ള വെളിച്ചവും ശക്തിയും ഓജസ്സും തേജസ്സും ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? റബ്ബിൻ്റെ അടുത്താണ് കിട്ടുന്നത്. അപ്പോൾ അതിലൊരു ടെൻഷൻ ആവില്ല. അപ്പോൾ അത്തിപ്പറ്റി ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസറാണ്. അൽഹംദുലില്ലാ. എന്ത് വർത്താനാണത്? ഒരു പ്രശ്നമില്ല, കാരണം എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പോൾ പടച്ചവർ കാരണം ഉണ്ടാക്കുകയായിരിക്കും. അങ്ങനെ മരണം പ്രതീക്ഷിച്ച് സന്തോഷത്തോടെ ഇരിക്കണ. ഇതൊക്കെ പറയണപ്പോൾ എന്തിനാ കാര്യങ്ങൾ ഞാൻ പിന്നെയും പറയുന്നത്, തസൂഫല്ലേ പറയണത്. നമ്മളൊക്കെ വേൾഡ് വ്യൂ മാറേണ്ടതുണ്ട്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മൾ എന്തിനാണ് പഠിക്കണത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ നമുക്ക് മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ബിരുദധാരിയോട് ഞാൻ ചോദിച്ചു, എന്താ പരിപാടി, ഈ വർഷം കഴിയാനായി എന്താ പരിപാടി? ഇറങ്ങിയിട്ടൊരു ഐഫോൺ എടുക്കണം. ഐഫോണായി. അപ്പോൾ അതാ പോലെ വലിയ ലക്ഷ്യം. വേറെ ആൾ ചോദിച്ചു, കുളുമണാലിക്ക് ബുള്ളറ്റുമ്പോൾ പോകണം. അതിനാണ് ഇപ്പോൾ ഈ നസഫി ബൈദാവൊക്കെ ഇപ്പോൾ ഓതിയത്. അപ്പം ഞാൻ പറയും, മിനിമം ഈ കുളുമണാലി പോകുമ്പോൾ അവിടെ വല്ല മലയിടിഞ്ഞ് വീണിട്ട് അവിടുത്തെ പാലൊലിച്ച് പോയിട്ട് പുതിയ പാലുണ്ടാക്കാൻ വേണ്ടിയുള്ള പിന്നെ അപേക്ഷ വന്ന് ഈ അപേക്ഷയിൽ ഒപ്പിടുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയറോ കലക്ടറോ ഡെപ്യൂട്ടി കലക്ടറോ അതെങ്കിലും ആവാൻ പറ്റുന്നതിനെ പറ്റി ആലോചിക്കും. അല്ലാതെ പുതുമ ബുള്ളറ്റ് പോകാനെ പറ്റി ഇത്രയും പഠിച്ചുണ്ടാക്കണോ എന്ന് ഞാൻ ചോദിച്ചു. പണ്ട് ഈ ബുൾജറ്റ് ബ്രദേഴ്സ് പോയിന്നില്ലേ, അത് എല്ലാവർക്കും അറിയാലോ. ആംബുലൻസുമ്പോൾ മറ്റേ ബീക്കൺ ലൈറ്റ് വെച്ചിട്ട് ഗായ്സ് നമ്മൾ പറ്റിച്ചു ഗായ്സ് എന്നൊക്കെ പണ്ട് പോയിന്നില്ലേ. ആ കൗണ്ടറിലുള്ള ആൾക്കാരെ പറ്റിച്ചു, ടോളിലുള്ള ആളുകളെ പറ്റിച്ചിട്ട് ബീക്കൺ ലൈറ്റ് ഇട്ടപ്പോൾ ആംബുലൻസ് കരുതിയിട്ട് പോലും മാറി. പിന്നെ പോലീസ് പിടിച്ചാൽ ഭയങ്കര കരച്ചിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ. ഇപ്പം നമുക്ക് ജീവിതത്തിൽ എന്താണ് ഒരു കാഴ്ചപ്പാട് വേണം, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എവിടേക്കാണ് നമ്മൾ പോണത്, നമ്മളെ കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന സോഷ്യൽ ചേഞ്ച് എന്താണെന്നതിനെ കുറിച്ച് നമുക്കൊരു ആലോചന വേണം. മനസ്സിലായോ? അല്ലാതെ എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ ഐഫോൺ എടുക്കാം, അതൊക്കെ നിസ്സാര കാര്യം കുട്ടികളെ. ഇതൊക്കെ നിസ്സാര കാര്യമാണ്. ഞാൻ വീണ്ടും പറയണേ, ഞാൻ മഹാരാജാസ് കോളേജിലല്ല എന്ന ബോധ്യത്തോടെയാണ് പറയുന്നത്. ഞാനും നിങ്ങളുമാണ് ഇവിടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ പറയുന്നത്.
അപ്പോൾ നീതി, ഇപ്പം നമ്മൾ പെങ്ങളെ കുട്ടീൻ്റെ കാര്യത്തിൽ നിന്നാണ് പോയത് അല്ലേ. ഈ കുട്ടി എന്തിനാണ് ഈ വേദന അനുഭവിച്ചെന്നുള്ളതാണ്. അത് പടച്ചോൻ്റെ അടുത്താണ്. പടച്ചോൻ ഭാവിയിൽ കുട്ടി വലിയ പ്രയാസങ്ങളിലൂടെ ചിലപ്പോൾ പോകേണ്ടവനാകാം. അതിനുള്ള ട്രെയിനിങ് ആയിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ ഭാവിയിൽ കുട്ടിക്ക് ചില തെറ്റുകളൊക്കെ ചെയ്യാൻ പോകുന്ന ആളാവാം. പടച്ചോൻ ഈ വേദന സഹിപ്പിച്ചിട്ട് മുൻകൂട്ടി പുറത്തു കൊടുക്കായിരിക്കും. ഇപ്പോൾ സയ്യിദ് റംലാൻ ബൂത്തി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സയ്യിദ് റംലാൻ ബൂത്തി തന്നെയാണ്. അദ്ദേഹം ഒരു സയ്യിദ് ബൂത്തിയല്ല, അലി തന്താവി തോന്നുന്നു. അദ്ദേഹം ഒരു സംഭവം പറയുന്നത്, ഒരു പനി വന്നിട്ട് ഒരു കുട്ടിയെ ഹോസ്പിറ്റലിലാക്കി. പനി വന്നിട്ടേ ഒരു കുട്ടീനെ ഹോസ്പിറ്റലിലാക്കി. കുട്ടിങ്ങനെ ബേജാറായിട്ട് ആകെ ക്ഷീണമുണ്ട്. അപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ സൂചി കൊണ്ട് ഇങ്ങനെ വരുന്നത് കാണുന്നത്. ഈ കുട്ടിൻ്റെ മനസ്സിൽ ഈ ഡോക്ടർ ഒരു ക്രൂരനായ മനുഷ്യനാണ്. ആണല്ലോ, ക്രൂരനായ മനുഷ്യനാണ്. ഈ ഡോക്ടർ എന്താ അനീതിയാണ് എന്നോട് ചെയ്യണമെന്നാണ് ആര് ചിന്തിക്കുന്നത്? ഈ കുട്ടി ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഇതേ സൂചി കുത്താനുള്ള പ്രവൃത്തിയെക്കുറിച്ച് ഈ മാതാപിതാക്കൾ ചിന്തിക്കണം. എന്താ? സൂചി കുത്തണം, അതാണ് നീതി. ഡോക്ടർ ചിന്തിക്കണതോ സൂചി കുത്തണം, അതാണ് നീതി. അല്ലേ? സെയിം ആക്ടിവിറ്റി. പക്ഷെ കുട്ടിക്ക് അതെന്തായിട്ടാണ് ഫീൽ ചെയ്യണത്? തികഞ്ഞ അക്രമല്ലേ, അല്ലെങ്കിൽ ഞാനിത് പ്രയാസപ്പെട്ട് കിടക്കുക. ഇതുപോലെയാണ് ലോകത്തെ പ്രയാസങ്ങൾ, സഫറിങ്ങുകൾ. ഈ നിരീക്ഷണവാദി പൊട്ടന്മാരൊക്കെ പറയുന്ന ഒരു സാധനമാണ് ദൈവമുണ്ടോ, ദൈവം എന്താണ് രക്ഷിക്കാത്തത്. കോവിഡ് സമയത്തും പറഞ്ഞിരുന്നു ദൈവം എന്താണ് രക്ഷിക്കാത്തത്. ഇപ്പോൾ മുണ്ടക്കൈ തുറന്നപ്പോൾ പറഞ്ഞു ദൈവം എന്താണ് രക്ഷിക്കാത്തത്. ദൈവം രക്ഷിക്കണം ചങ്ങായിമാരെ. ബനു ഇസ്രായേലിയർ മരത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് പ്രവാചകന്മാരൊക്കെ ഈർന്നു കൊന്നില്ലേ അല്ലേ? അന്ന് രക്ഷിക്കണമായിരുന്നു. ദൈവം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരന്മാരായ മനുഷ്യന്മാർ ബലാത്സംഗം ചെയ്ത് കൊല്ലുമ്പോൾ രക്ഷിക്കണമായിരുന്നു. അപ്പം എന്താണ് ഈ രക്ഷാശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥ ലോകം ഇനി വരാൻ പോകുന്നുള്ളൂ. ഇവിടെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അക്രമങ്ങളും അനീതിയൊന്നും സംഭവിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഇവിടെ മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ തീരുമാനമാവുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്താലും ടാക്സ്, പെട്രോൾ അടിച്ചാൽ ടാക്സ്, സാധനങ്ങൾ വാങ്ങിയ ടാക്സ്, പെരണ്ടാക്കാൻ ടാക്സ്, പെർമിറ്റ്, മുദ്ര പേപ്പറിൽ പൈസ കൊടുക്കൽ, എല്ലാ പരിപാടിയും ഇതൊക്കെ ചെയ്തിട്ടും റോഡ് പിന്നെയും ഉദാഹവ, റോഡിൽ ഫുള്ള് കുഴിയ. ഇതാരാ ചെയ്യേണ്ടത്? ഗവൺമെൻറ് അല്ലേ ചെയ്യേണ്ടത്? ഇതൊക്കെ തീരുമാനം ഒരു സ്ഥലം വേണ്ടേ? 7 വയസ്സായ ആസിഫ ബാനു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ക്രൂരമായ ബലാത്സംഗം ചെയ്തു. പ്രതികൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഹത്രാസിലെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുന്ന് പോയ സിദ്ദീഖ് കാപ്പ എന്നുള്ള പേരിലെ പത്രപ്രവർത്തകൻ എന്ത് ചെയ്തു? ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു, അന്യായമായി ജയിലിലിട്ടു. അയാളുടെ മാനഹാനി, അയാൾക്ക് സംഭവിച്ച നഷ്ടം, ഇതിനൊന്നും ഒരു ഉത്തരവാദിയില്ല. അപ്പം എന്തപ്പം ആയത്? ഇതിനൊക്കെ പരിഹാരമാണ് ഒരു സ്ഥലം വേണ്ട കുട്ടികളെ. ഈ സ്ഥലത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തോടെ ഒരു ഹോപ്പ് ഉണ്ടാവണം. മറ്റേത് ഫേക്ക് ഹാപ്പിനെസ്സാണ്. ഞാൻ എവിടെ വന്നു, ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്? ഫേക്ക് പിന്നെ യഥാർത്ഥ ഒരു അന്തവും കുന്നുള്ള മനുഷ്യനായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊട്ടന്മാരാണ്. ഞാൻ യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുത്തത്തി എന്നൊന്നുമല്ല പറയണത്. ഒരു സാധാരണ നിലവാരത്തിലുള്ള ഒരു മനുഷ്യനാവണമെങ്കിൽ തന്നെ ഈ സാധനങ്ങളിൽ വിശ്വാസം വേണ്ടേ? അല്ല, ഇപ്പം നമ്മളും പോത്തോളും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. പിന്നെ അത്ര മതി. കുറേ കാര്യങ്ങൾ പറയണ്ടേ, നിങ്ങൾ പറയുന്നതനുസരിച്ച് പറയാം. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ളത് ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി ഒക്കെ ആണെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ? മനുഷ്യനെന്താ വേണ്ടത്? മനുഷ്യന് ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ്, ഇതൊക്കെയാണ് മനുഷ്യർക്ക് ആവശ്യം. മനുഷ്യർക്ക് ആവശ്യമുള്ള സാർവലൗകിക മൂല്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മളെ പഠിപ്പിച്ചതാരാണ്? അത് യൂറോപ്യൻ ഐഡിയോളജിയിൽ അധിഷ്ഠിതമായ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ചുണ്ടാക്കിയത്. പക്ഷെ മനുഷ്യർക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ, മനുഷ്യർക്ക് സാർവലൗകികമായിട്ട്, സാർവത്രികമായിട്ട് മനുഷ്യർക്ക് ആവശ്യമുള്ള മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് അമാനത്താണ്. ഭരിക്കുന്നവർക്ക്, ആരെയാണോ ഭരിക്കുന്നത് അവരോടുള്ള സത്യസന്ധത, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, പിന്നെ കച്ചവടക്കാർക്ക് വാങ്ങണമല്ലോ. ഇപ്പോൾ നമ്മൾ പീടികയൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു, അതിൽ എത്ര കണ്ട് മായം ചേർത്തിട്ടുണ്ട്. മരുന്ന് വാങ്ങുന്നു, ഹോർലിക്സ് വാങ്ങുന്നു, ബൂസ്റ്റ് വാങ്ങുന്നു, സാധനങ്ങൾ ഷവർമ വാങ്ങുന്നു. ഇതിലൊക്കെ കൃത്രിമുണ്ട് എന്നുള്ളത് നമ്മൾ ഡെയിലി മറ്റേ ടെസ്റ്റ് ചെയ്ത് നോക്കുമോ? ഫുഡ് സേഫ്റ്റി ഒരു വിശ്വാസത്തിൽ വാങ്ങുന്നു, ചിലപ്പോൾ ഫുഡ് പോയിസൺ ഉണ്ടാവുന്നു അല്ലേ?
ഇതിനാണ് അമാനത്ത് എന്ന് പറയുന്നത്. വിശ്വസ്തത പാലിക്കാനാണ് മനുഷ്യർക്ക് ആവശ്യമുള്ള ഏറ്റവും സാർവത്രികമായ മൂല്യം, അല്ലാതെ ഈക്വാലിറ്റി അല്ല. അത് നമ്മളെ പഠിപ്പിച്ചത് യൂറോപ്യനാണ്. ഇവിടെ ഓരോ നമ്മളോട് ചോദിക്കുക നിങ്ങളുടെ മതത്തിൽ ഈക്വാലിറ്റി ഉണ്ടോ? അപ്പോൾ നമ്മൾ കുറച്ച് ഈക്വാലിറ്റി കുറവ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, റസൂല ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ താണു കൂടും. തിരിച്ചങ്ങോട്ട് ചോദിക്കണോ, ഈക്വാലിറ്റിയാണ് വേണ്ടതെന്ന് ആരാ പറഞ്ഞത്? ലിബർട്ടിയാണ് വേണ്ടതെന്ന് ആരാ പറഞ്ഞത്? ചോയ്സാണ് വേണ്ടതെന്ന് ആരാ പറഞ്ഞത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? പിന്നെ മനുഷ്യർക്ക് ആവശ്യം ഖനാഅത്താണ്. ഖനാഅത്ത് പറഞ്ഞ ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി. ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഇപ്പോൾ യൂസുഫ് അലിക്ക് ഒരു വർഷം 5000 കോടി കിട്ടുന്നുണ്ട് നോക്കുക. യൂസുഫ് അലിക്ക് അത് തികയണില്ല നോക്കുക. മൂപ്പരേക്കായി മുതലേ നമ്മളല്ലേ. അത് തികഞ്ഞാലല്ലേ അയാൾക്ക് സമ്പത്തുള്ളതുകൊണ്ടൊരു കാര്യമുള്ളൂ. ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല, നമുക്കത് നഷ്ടമാണ്. ഒരു സായിപ്പിൻ്റെ കഥ പറയുന്നുണ്ട്. സായിപ്പും ഇന്ത്യക്കാരനും ഒരുമിച്ചിരുന്ന് മീൻ പിടിക്കും. ഇന്ത്യക്കാരൻ മീൻ പിടിക്കുന്നത് സായിപ്പ് ഇങ്ങനെ കാണും. ഉച്ചവരെ ഇയാൾ മീൻ പിടിക്കും. ഉച്ചവരെ മീൻ പിടിച്ചിട്ട് ഇയാൾ പിന്നെ പോവും, കുറച്ച് മീനൊക്കെ ഇട്ട് കുറച്ച് മാർക്കറ്റിൽ വിൽക്കും, ബാക്കി അയാൾ പൊരിച്ച് തിന്നും. ആ പൈസ കൊണ്ട് അയാൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങും. അങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ ഈ പിന്നെ സായിപ്പ് ഇയാളോട് ചോദിക്കും, ചങ്ങായി എനിക്ക് ഒരു ദിവസം മുഴുവൻ മീൻ പിടിച്ചൂടെ? അപ്പോൾ ഇയാൾ ചോദിക്കും, അവിടെ എന്താ കാര്യം? അല്ല അങ്ങനെയാണെങ്കിൽ കുറച്ചധികം മീൻ വിറ്റ് പൈസയൊക്കെ ആയിട്ട് എനിക്കൊരു വലയൊക്കെ വാങ്ങാമല്ലോ. അവിടെ എന്താ കാര്യം? അല്ല വലയൊക്കെ വാങ്ങി എനിക്ക് ഉൾക്കടലിൽ പോയിട്ട് സ്വന്തമായിട്ട് കുറേ മീൻ പിടിക്കാമല്ലോ. അവിടെ എന്താ കാര്യം? അല്ല അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു ബോട്ടും വള്ളമൊക്കെ വാങ്ങിയിട്ട് കുറച്ചധികം മീൻ പിടിച്ചിട്ട് മാർക്കറ്റിൽ വിൽക്കാമല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? അല്ല അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള ഔട്ട്ലെറ്റ് തുടങ്ങാം. അതുകൊണ്ട് എന്താ കാര്യം? അല്ല സ്വന്തമായിട്ടുള്ള ഔട്ട്ലെറ്റ് തുടങ്ങിയാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി അധികം ബോട്ടും കപ്പലും ഒക്കെ ഇറക്കിയിട്ട് ഇഷ്ടംപോലെ മീൻ പിടിക്കാം. അതുകൊണ്ട് എന്താ കാര്യം? അല്ല മീൻ പിടിച്ചാൽ പിന്നെ ഭയങ്കര ലാഭവും കാര്യങ്ങളും ആയില്ലേ, ഭയങ്കര പൈസയില്ലേ. അതുകൊണ്ട് എന്താ കാര്യം? അല്ല വലിയ പിന്നെ പരിചാരകരും ബംഗ്ലാവൊക്കെ ഉണ്ടാക്കിക്കൂടെ എനിക്ക്. അതുകൊണ്ട് എന്താ കാര്യം? പിന്നെ വെറുതെ ഇരുന്നൂടെ? അപ്പം ഇയാൾ എന്താ പറഞ്ഞത്? അതിനെപ്പോഴും ഞാൻ ചെയ്യുന്നത് പറഞ്ഞ മനസ്സിലായോ? അതിനെപ്പോഴും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിയാണ് കുട്ടികളെ. ഓനുള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശീലിച്ചിരിക്കണം. ഹാപ്പിയാണ്. അപ്പം മറ്റൊരു ക്യാപിറ്റലിസ്റ്റ് വ്യൂവിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കണം, ഇത്ര വാങ്ങണം, അത്ര കൊടുക്കണം, അങ്ങനെ ഇത്ര ലാഭം, ഇത്ര. അപ്പം ഇവൻ ഉച്ചവരെ ഇവ അടിപൊളിയാണ്, പിന്നെ ഇവ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ വെസ്റ്റ് ബംഗാൾ 2011 പോയപ്പോൾ അന്ന് സ്മാർട്ട് ഫോൺ ഇത്ര സജീവമല്ല. സ്മാർട്ട് ഫോൺ മനുഷ്യൻ്റെ മാനസികാരോഗ്യങ്ങളെയും ബന്ധങ്ങളെയും ഒന്നും ബാധിച്ച് തുടങ്ങാത്ത കാലമാണ് 2011. അന്ന് എൻ്റെ കയ്യിൽ 2700 നോക്കിയൻ്റെ ഫോണാണ്. നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോ എടുക്കാൻ പറ്റി. അന്ന് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ അന്ന് മലയാളി ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ പണമൊക്കെ അയച്ചിട്ട് പരസ്പരം വീട് കയറ്റാനൊക്കെ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പള്ളിക്ക് സംഭാവന ചെയ്യാൻ മത്സരം, പെര കയറ്റാൻ മത്സരം ഒക്കെ അലോകത്ത് എന്താ നടക്കണം അതിനനുസരിച്ചാണ് ഇവിടെ ചെയ്യുക. ആ ഒരു രീതിയിൽ ഇങ്ങനെ മലയാളി ആ ഒരു ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് അവിടെ പോയപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ആൾക്കാർ ഒക്കെ ഈ കൃഷി സ്ഥലത്ത് പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടുള്ളൂ. ആ ഉള്ള ചോറും ദാലൊക്കെ തിന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു നല്ല വൈബിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. കുളക്കരയിൽ നല്ല വർത്താനൊക്കെ പറഞ്ഞു, ഒരു ടെൻഷനില്ല അവർക്ക്. ചെറിയ വീട് പക്ഷെ ഓലും ഭയങ്കര ഹാപ്പിയാണ്. അതിനെക്കുറിച്ചൊരു ഫീച്ചർ പിന്നീട് മാധ്യമത്തിലേറ്റം വന്നു. അതിൽ പറയുന്നത് മലയാളി റിലേറ്റീവ് പോവർട്ടി അനുഭവിക്കുന്ന, മലയാളിക്ക് പിന്നെ ആപേക്ഷിക ദാരിദ്ര്യം ഉണ്ട്. ബംഗാളിക്കാണ് പൈസ കുറവ്, പക്ഷെ ബംഗാളിയേക്കാൾ ദാരിദ്ര്യം ആരാണ്? മലയാളം. കാരണം അവന് കിട്ടുന്നത് തികയുന്നില്ല. അവന് മറ്റുള്ളവർ അതിലേറെ ഉഷാറായി എന്നുള്ളൊരു വേജാറാണ് അവനുള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പവർ ഓഫ് മൈൻഡ്. മനസ്സിലായോ? അപ്പോൾ പണം ഉണ്ടാക്കലോ പ്രശസ്തി നേടലോ അല്ലെങ്കിൽ ഈ സില്ലി ലോക്കൽ സ്വപ്നങ്ങളൊന്നും വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണും. വലിയ കാര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ ബെഞ്ചിൻ ഡെസ്കിൻ്റെ അടിയിൽ നിന്ന് വന്നു തന്നെയാണ്. ആകാശത്ത് നിന്ന് പൊട്ടി വീണ മഹാന്മാരുണ്ടോ? അത് പറഞ്ഞു നിങ്ങൾ. ഭൂമിയിലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ച മഹാന്മാരുണ്ടോ? ഇത് നിങ്ങളെ പറ്റി തന്നെ പറയുന്നത്. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത്? നമ്മൾ ഞാൻ ഏതായാലും അങ്ങനെ ആവുള്ളൂ. നിങ്ങളെ പറ്റി തന്നെ അത് പറയണത്. ഇങ്ങനെ തന്നെ എല്ലാവരും മഹാന്മാരായത്. മഹാന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? എന്തെങ്കിലും ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങളൊക്കെ മാറുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? എനിക്കിപ്പോൾ ശരിക്കും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡും തിയോളജിയും യൂത്ത് ഫ്രോഡ് ഐലമ്മയും പിന്നെ എക്സിസ്റ്റൻഷ്യലിസവും പിന്നെ മറ്റേ കൺസീക്വൻഷ്യലിസവും യൂട്ടിലിറ്റേറിയനിസവും അതിൻ്റെയൊക്കെ ഡെഫിനിഷനൊക്കെ പറഞ്ഞ് നോട്ട്ബുക്ക് നിങ്ങൾ എഴുതുന്നില്ല എന്നൊക്കെ ചോദിച്ചു ഒരു ഫോർമൽ ക്ലാസ് എടുത്ത് പോയാൽ മതി.
ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ ക്ലാസ് എടുത്തുനിന്നുമായി, നിങ്ങൾക്ക് ക്ലാസ് നടന്നുവെന്നുമായി. പക്ഷെ ഞാനത് ആത്മാർത്ഥമായി പറയണം, ഞാൻ ഇത്ര കാലം ജീവിച്ചതിൻ്റെ അനുഭവം വെച്ച് നിങ്ങളോട് പറയണം. നമുക്ക് ജീവിതത്തിലൊരു കാഴ്ചപ്പാടുണ്ടാവണം. നമ്മൾ എവിടുന്ന് വന്നു, നമ്മളെന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് വേണം. സമൂഹത്തിൽ എന്നെക്കൊണ്ട് എന്ത് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മനസ്സിലായോ? അപ്പം നമുക്കൊരു ഭാവിയെക്കുറിച്ച് ചിന്ത വേണം, ഒരു ടാർഗറ്റ് വേണം. ഞാനൊരു 30 വയസ്സിന് ശേഷം ഞാൻ എന്തായിരിക്കും. നിങ്ങൾ ആരും പരസ്പരം കമ്പയർ ചെയ്ത്, നിങ്ങളെ നിങ്ങളോടാണ് കമ്പയർ ചെയ്യുന്നത്. അത് പേരെന്താ? ഇയാൾ മുന്നത്തെ, ഏറ്റവും മുന്നത്തെ ഫായിസിനല്ല ഉദ്ദേശിച്ചത്. ഫായിസിനെ തന്നെ ഞാൻ ചൂണ്ടിയിട്ടും എന്നെ അല്ല ഉദ്ദേശിക്കുന്നത്. ഫായിസിന് മനസ്സിലാവണില്ല എന്നെയാണ് ഉദ്ദേശിച്ചത്. ഫായിസിന് മനസ്സിലാവണില്ല. കാരണം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതെന്താണ്, ഇതിനെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ ഫായിസ് പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ എന്താണ്, പിന്നെ പറയാം, ആ മൈൻഡിൽ നിന്ന് പോയി. അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് എന്ത് വേണം, ഒരു കൃത്യമായ കാഴ്ചപ്പാട് വേണം. എന്നെക്കൊണ്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വേണം. ഈ സില്ലി സ്വപ്നങ്ങളായിട്ട് നമ്മൾ നടക്കരുത്. ഒരു ശരാശരി മുത്താലിമിൻ്റെ ഒരു സ്വപ്നം ഇപ്പം എന്താണ്? ഇപ്പം ഞാൻ പലപ്പോഴും ചിലവരൊക്കെ സംസാരിക്കാൻ മനസ്സിലാവും. ഇപ്പം ഇനി നാട്ടിൽ ലീവ് കിട്ടുമ്പോൾ പോകുമല്ലോ, ലീവ് കിട്ടുമ്പോൾ പോയിട്ട് ആ തൊപ്പിനുള്ളിലെ മുടിയൊക്കെ ഒന്ന് പുറത്തിട്ടിട്ട് ഒരു സ്റ്റാറ്റസും 2 സ്റ്റോറിയൊക്കെ ഇടണം. കട്ടൻ ചായ, മേഘം, നീലാകാശം, അന്തസ് അല്ലേ, ആ സാധനമൊക്കെ ഇടണം. ഇതാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ വലിയൊരു അജണ്ട. അതാണ് കുറേ കുട്ടികളെ വലിയൊരു അജണ്ട. അതാണ്. ഞങ്ങളെ പറ്റിയല്ല പറയണത്, നിങ്ങളാരും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഉദ്ദേശിക്കാൻ മാത്രം ഇഷ്ടംപോലെ കുട്ടികളുടെ മുമ്പിൽ വരില്ലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് കാര്യമില്ല അല്ലേ? കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആവണം. നമുക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതൊരു മായമാണ്, അതിലൊന്നുമില്ല. നമുക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങൾ എന്തായിട്ട് നമുക്ക് തോന്നും, നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും. നമുക്കിപ്പോൾ പാനിടാനൊരു വിലക്കുണ്ടെങ്കിൽ പാനൊക്കെ ഇടാനുള്ള അങ്ങനെ തോന്നുകയാണ്. നമ്മൾ ഈ സ്പേസിലും ടൈമിലും ബന്ധിതരായതുകൊണ്ട് തോന്നുകയാണ്. ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി സാധാരണഗതിയിൽ പാൻറ്റും കുപ്പായൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഷഹ്വത്ത് പോകും. പിന്നെ പാനിടാനുള്ള ഷഹ്വത്ത് പോകും. അങ്ങനെയാണ് ദുനിയാവിലെ എല്ലാ സുഖങ്ങളും. ഹാപ്പിനെസ് 2 വിധമാണ്. ഹാപ്പിനെസ് പല വിധമാണ്. അതിൽ 2 ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ എല്ലാവരും എണീറ്റിക്കണം. ചെയറൊക്കെ അങ്ങോട്ട് മാറി, അല്ലെങ്കിൽ സൈഡൊക്കെ മാറി. ഓക്കെ, ഹാപ്പിനെസ് പലവിധം. നിങ്ങളിപ്പോൾ ഇവിടെ തന്നെ അല്ലേ എല്ലാ വിഷയങ്ങളും പഠിക്കണം? നിങ്ങൾ സ്കൂളിൽ വേറെ പഠിക്കണ്ടോ? എല്ലാം ഇവിടെ അല്ലേ? എല്ലാവരും ഇവിടെ കീഴി അല്ലേ? അപ്പം നിങ്ങൾ യൂണിയൻ്റെ ആൾ നിങ്ങളോട് പറഞ്ഞു, എടാ അജ് പിന്നെ ഒരു സാധനം ഡിസൈൻ ചെയ്യണം, മാസാന്ത ലീവ് ഇല്ല ഇവിടെ, മാസാന്ത ലീവ് കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ പ്രോഗ്രാം ഉണ്ട്, തങ്ങളും ഒക്കെ വരും, സൈക്കിൾ തങ്ങളും ജിഫ്റ്റി തങ്ങളൊക്കെ വരും, ബഹുദ്ദീൻ ഉസ്താദ് വരും, മറ്റേ ഉസ്താദ് വരും, പിന്നെ വേറെ ഉസ്താമാർ തങ്ങന്മാർ പോലൊക്കെ വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലക്സും ചെയ്യണം, 2 പിന്നെ ഷോർട്ട് വീഡിയോ ഒരു 4 ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ചെയ്യണം എന്നുകൊണ്ട് യൂണിയൻ നിങ്ങളോട് പറഞ്ഞു, യൂണിയൻ്റെ ആൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ടെലഗ്രാം ഉണ്ട്, ഫയൽ ഡൗൺലോഡ് ചെയ്യാനുണ്ട്, കുറേ കാണാനുണ്ട്, പല പരിപാടികളുണ്ട്. പോയിട്ട് എല്ലാവരും വേണ്ടി നിങ്ങൾ പോയി. നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് പിന്നെ കാണാനുള്ളത് ഇരുന്ന് അങ്ങനെ കാണാം, റീലിങ്ങനെ കാണാം. ഈ റീലിനൊരു പ്രശ്നമുണ്ട്, അത് ഓട്ടോ പ്ലേ ആയതുകൊണ്ടേ 2 മണിക്കൂർ തുടർച്ചയായിട്ടൊക്കെ റീല് കാണുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓരോ സമയബോധം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ബസ്സിൽ 2 മണിക്കൂർ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കണം. ആ 2 മണിക്കൂർ തുടർച്ചയായിട്ട് റീല് കാണുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അറ്റൻഷൻ സ്പാനൊക്കെ കത്തിച്ച് കളയുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവർക്കൊരു സ്ക്രീൻ ടൈമൊക്കെ നമുക്ക് ഉണ്ടാവണം നല്ല കുട്ടിയാണ്. ഇതൊക്കെ ഉസ്താദ് പറയുന്നതുകൊണ്ട് ഒരു കേവലം നസീഹത്തായിട്ട് നിങ്ങൾ എടുക്കണ്ട. വലിയ ടക്കിമാരെ മക്കൾക്കൊക്കെ മൊബൈലിൽ സ്ക്രീൻ ടൈം ഉണ്ട്. നിങ്ങൾക്കറിയോ? സ്റ്റീവ് ജോബ്സിൻ്റെ മക്കൾക്ക് ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോലെ വലിയ ടെക്നോക്രാറ്റുകളുണ്ടല്ലോ, സുന്ദർ പിച്ചൈന്ന് കൊണ്ട് കുറേ ആൾക്കാരില്ലേ, അവരൊക്കെ അവരെ മക്കൾക്ക് സ്ക്രീൻ ടൈം വെച്ചിട്ടുണ്ട്. ഒരാഴ്ച 1 മണിക്കൂർ.
ഒരാഴ്ച, ഒരു മണിക്കൂർ. അല്ലെങ്കിൽ കേടാന്ന് ഓൽക്ക് തന്നെ അറിയാം. കാരണം ഓലുണ്ടാക്കിയ സാധനമല്ലേ. തലച്ചോറിന് കേടാണ്, നമ്മൾ ഇൻ്റലക്ച്വൽ ഇതിന് കേടാണ്, എല്ലാവരും കാണാം. ബന്ധങ്ങളെ വാക്കും എല്ലാവരും മതി. അത് പോട്ടെ, അത് വേറെ വിഷയം. ഏതായാലും അപ്പം നിങ്ങൾ റീൽസ് ഇങ്ങനെ കണ്ടിരിക്കുക. അപ്പോൾ റീൽസ് കാണുക എന്ന് പറഞ്ഞാൽ ഹാപ്പി ആണല്ലേ, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സന്തോഷം. ഈ ഹാപ്പിനെസ് ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പിനെസ് രണ്ട് മൂന്ന് വിധം ഉണ്ട്. അതിൽ ഒന്ന് ഹെഡോണിക് ഹാപ്പിനെസ്സും ഒന്ന് യുഡായമോണിക് ഹാപ്പിനെസ്സും. ഹെഡോണിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും, ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇവനോട് പറഞ്ഞു, നിങ്ങൾ അത് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇവനെ ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങൾ, അപ്പോൾ ഈ ഡിസൈൻ ചെയ്യാനുള്ള കുറച്ച് റിസ്ക്കുള്ള പണി. അപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്യണം, കുറച്ച് സാധനങ്ങളൊക്കെ വലിച്ചിടണം അല്ലേ, ഒന്ന് അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, എഡിറ്റിങ്ങൊക്കെ അതിനൊക്കെ ഒന്ന് ഇരിക്കണം. അപ്പോൾ ഇവനതൊരു ചടപ്പ്. ഇവനെ റീലൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് 2 മണിക്കൂർ ചിലവാക്കി. നേരെ കുറച്ച് വേറെ ആളോട് ഏൽപ്പിച്ചു. മോൻ എന്ത് ചെയ്തു? അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓനാ റീലൊക്കെ ഇങ്ങനെ കണ്ട് ഹാപ്പിയാണ്. അപ്പോൾ റീലൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ്. പക്ഷേ റീൽ കണ്ടു കഴിയുമ്പോൾ എന്താണ്, കണ്ടു കഴിഞ്ഞിട്ടോ ഒരു പ്രോഡക്റ്റും ഇല്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. കുറച്ച് ചടപ്പ് കയറി എന്നല്ലാതെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇവൻ ആ ഗൂഗിൾ ചെയ്യാനുള്ള സാധനങ്ങളോ ഗൂഗിൾ ചെയ്ത് ഡിസൈൻ ചെയ്യാനൊക്കെ ഡിസൈൻ ചെയ്ത് ഷോർട്ട് വീഡിയോ ഒക്കെ തയ്യാറാക്കി എല്ലാം കഴിഞ്ഞ് മാസാന്തേരിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്റ്റേജും അങ്ങനെ ഇപ്പം ഡിസൈൻ ചെയ്ത ഫ്ലക്സ് എല്ലാവരും സ്റ്റാറ്റസ് വെക്കാൻ പറഞ്ഞു. ഉസ്താമാരൊക്കെ സ്റ്റാറ്റസ് വെക്കണം, ഇവൻ ഡിസൈൻ ചെയ്ത ഷോർട്ട് വീഡിയോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ, അതാണ് യുഡായമോണിക് ഹാപ്പിനെസ്. സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, പ്ലഷറല്ല, മറിച്ച് സാറ്റിസ്ഫാക്ഷൻ. ഇതിലേത് ഹാപ്പിനെസ്സാണ് നിങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നത്? യുഡായമോണിക് അല്ലേ, രണ്ടാമത്തത് അബ്സല്യൂട്ട്ലി അല്ലേ, അതാണ് നമ്മൾ ഒപ്റ്റ് ചെയ്യേണ്ടത് കുട്ടികളെ. അപ്പോൾ ഈ കാഴ്ചപ്പാടാണ് നമുക്ക് ജീവിതത്തോട് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ചിലർ ജിമ്മിനൊക്കെ പോകും അല്ലേ. ഇവിടെ ഇപ്പോൾ ജിമ്മിന് പോണവരുണ്ടോ? അതിന് രാത്രി സ്ഥമരം അറിയാതെ പോണവരുണ്ടോ? ജിമ്മിന് പോവാണ് ഒരാൾ. അപ്പോൾ ഓന് നല്ല പൈസ ഉണ്ട് ഓൻ്റെ കയ്യിൽ, ഓൻ്റെ ചങ്കുകളുടെ കയ്യിൽ നല്ല പൈസ ഉണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ അടച്ചുപാട നമുക്ക് എന്തെങ്കിലും കഴിക്കാം, അവിടെ പുതിയ മന്തി കട വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ സുർബിയാൻ്റെ കട ഉണ്ട്, അവിടെ മറ്റേ അതുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഈ 2 ദിവസമൊക്കെ പോകുമ്പോൾ അന്നെ വരുന്നവനെ ജന ഹാഷ് കളർ ജിൽബാബ് അംനാസ് ഓക്കെ. അപ്പോൾ അംനാസ് ജിമ്മിനോണാണോ? അപ്പോൾ അംനാസിൻ്റെ ചങ്കൾ 3 വാട ചങ്ങായി. അപ്പോൾ അംനാസ് പറയണേ ഞാൻ വരാം. ഒരു ദിവസവും പോയി, പിറ്റേ ദിവസവും പോയി, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. വാപ്പാരല്ലേ, അപ്പോൾ മുത്തല്യമല്ലേ, ഓ അങ്ങനെ പഠിച്ച് മറിയിച്ചിട്ട് വാപ്പ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും ഗൾഫിന്നേ. ഓനാണ് ഇവിടെ തിന്ന് മറിയാണ്. അപ്പോൾ ആ സമയം എന്നെ പറ്റിയല്ല കേട്ടോ. അങ്ങനെ ഏതായാലും ഓന് ചങ്കൾ ഓനെ വിളിച്ചു. ഒരു 3 വട്ടമൊക്കെ ഓൻ പോകും. ജിമ്മിന് പോകുന്ന ആളാണ്. ഇപ്പോൾ ഈ ജിമ്മിന് പോകുന്ന ആൾക്ക് ഒരു കണക്കുണ്ടാവും. പ്രോട്ടീൻ ഇത്ര എടുക്കണം, ഒരു റൈസ് പറ്റ ഒഴിവാക്കണം, ഷുഗർ പറ്റ ഒഴിവാക്കണം, പ്രോട്ടീൻ ഇത്ര എടുക്കണം, മറ്റേ വെജിറ്റബിൾസൊക്കെ ഇത്ര എടുക്കണം എന്നൊരു കണക്കുണ്ടാവും. ആ കണക്കൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന രീതിയിലാണ് മന്തിൻ്റെയും ബിരിയാണിൻ്റെയും വരവ്. അപ്പോൾ 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഓൻ പറയും കനോട്ട്, എനിക്ക് എന്താണ്, എനിക്കൊരു ഡയറ്റ് ഒക്കെ ഉണ്ട്, ഇതൊന്ന് എൻജോയ് യുവർ ലൈഫ് മാൻ എന്ന് പറഞ്ഞിട്ട് ചങ്കുകൾ ഓനെ കളിയാക്കുകയാണ്. അത് കളിയാക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലൊരു പുച്ഛണ്ടാവും. പോടാ, 5-6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ബോഡിയിൽ വരാണ്ട്. ഈ മന്തിനേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ ബോഡിയാണ്. ഈ മന്തി കഴിക്കാൻ പോകുമ്പോൾ ഓൻ്റെ ഒരു ഹാപ്പി അല്ലേ, അതാണ് ഹെഡോണിക് ഹാപ്പിനെസ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഒരു കാര്യമുണ്ട്. നേരെ മറിച്ച് ഓന് റിസ്ക് എടുത്ത് ഇതൊക്കെ റെസിസ്റ്റ് ചെയ്ത് എല്ലാ പ്രലോഭനങ്ങളെയും റെസിസ്റ്റ് ചെയ്ത് ഓനൊരു ലക്ഷ്യം വെച്ച് ഓൻ സാക്രിഫൈസ് ചെയ്ത് ഓരോ സമയവും അധ്വാനമൊക്കെ ചിലവഴിച്ചിട്ട് ഓൻ നേടിയെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, അവനെ പിന്നെ ഓൻ കണ്ണാടിയിൽ നിന്ന് നോക്കണം. എന്തോ ഒരു സംതൃപ്തി. ഇതാണ് യഥാർത്ഥ ഹാപ്പിനെസ്. ലൈഫ് ത്രൂ ഔട്ട് ദ ലൈഫ് ഈ സാധനം നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കേണ്ടത്. കുറച്ച് നോക്കിക്കട്ടെ. അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കണം നിർബന്ധമൊന്നുമില്ല, ചോദ്യം ഉണ്ട് എന്നുള്ളവർ മാത്രം ചോദിച്ചാൽ മതി. ഇൻട്രാൻസ് സെഷനാണ്, ചോദ്യമുള്ളതൊക്കെ ചോദിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ആധുനിക കാലത്ത് ഞാനിപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് ലോജിക്കൽ റീസണിങ്ങിനേക്കാളും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ തിയറീസും കാര്യങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾക്ക് സംശയം വരുന്ന
രീതിയിലപ്പോൾ കാണുന്നത്. ആക്ച്വലി ഗോഡിൻ്റെ എക്സിസ്റ്റൻസിലുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് നെസ്സിൽ വന്ന ചില വിഷയങ്ങൾ അത് വിശ്വസിക്കണം എന്നാണല്ലോ. ഇപ്പോൾ ആദം നബി, ഹവ്വ ബി, അപ്പോൾ അങ്ങനെ കഥ വരുന്ന സമയത്ത് അത് എവല്യൂഷനെതിരാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് വരുമ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ അതിനുള്ളൊരു മറുപടി. ഈ സയൻറ്റിസം പറയുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളിലൂടെ ലഭ്യമാകുന്ന അറിവ് മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് അവരുടെ വാദം. ഈ വാദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ല? ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നതിലൂടെ കിട്ടുന്ന അറിവാണ് യഥാർത്ഥ അറിവ്. ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയണമെന്ന് പറയണില്ലേ? അതാണ് അവരുടെ വാദം. ഈ വാദം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പോയി. മനുഷ്യന് അറിവ് സാധ്യമാകുന്ന പല മാർഗങ്ങളുണ്ട്. ഒന്ന് സയൻറ്റിഫിക് എക്സ്പെരിമെൻ്റാണ്. എന്താണ്? വെള്ളം 100 ഡിഗ്രി, വെള്ളം തിളക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണെന്നുള്ളത് ഒരു സയൻറ്റിഫിക് നോളജാണ്, അല്ലേ? അപ്പോൾ വെള്ളം 100 ഡിഗ്രി ഇവിടെ വെച്ചിട്ടും അമേരിക്കയിൽ വെച്ചിട്ടും ഇന്തോനേഷ്യയിൽ വെച്ചിട്ടും ഒക്കെ ചൂടാക്കി വെക്കുന്നു, തിളക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളക്കുള്ള വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അത് എഴുതി വെച്ചു. ഒരു നോളജാണ്. ആ നോളജ് എക്സ്പെരിമെൻറ്റിലൂടെ സ്ഥിരീകരിച്ചു. പിന്നെ അറിവ് സാധ്യമാകുന്ന മറ്റൊരു സാധനമാണ്, ഒരു മെത്തേഡാണ്, ഒരു ടൂളാണ് എന്ത്? ലോജിക്കൽ റീസണിങ്. എന്താ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ? എല്ലാ മനുഷ്യന്മാരും മരിക്കും. ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ മോർട്ടൽ. റഷീദ് മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താ? നത്തീജ എന്താ? റഷീദ് മരിക്കുന്നല്ലേ? ഇങ്ങനെ മനുഷ്യന്മാരെന്ത് ചെയ്യും? അറിവിനെ പ്രൊഡ്യൂസ് ചെയ്യും, വിജ്ഞാനത്തെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പിന്നെ അറിവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി ലോജിക്കൽ റീസണിങ്ങിൻ്റെ മറ്റൊരു സാധനമാണ് അനലോജിക്കൽ റീസണിങ്. അനലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ഇന്നിയും കാരണങ്ങളാലാണ് ആ നിയമം അങ്ങനെയായത്. അതേ കാരണങ്ങൾ ഇവിടെയും വരുമ്പോൾ ഈ നിയമം അങ്ങനെ ആവും. അപ്പോൾ കഞ്ചാവ് ഹറാമാണ്, ഖുറാനില്ല, ഉണ്ടോ? പക്ഷെ കഞ്ചാവ് ഹറാമാണ് എന്തുകൊണ്ടാ? മുസ്കിറായ സാധനം മൊത്തം ഹറാമാണെന്ന് ഖുറാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനാണ് അനലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ അറിവ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അറിവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു സാധനമാണ് എന്ത്? ടെസ്റ്റിമോണിയൽ നോളേജ്. ടെസ്റ്റിമോണിയൽ നോളേജ് പറഞ്ഞാൽ നമുക്ക് വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. നമുക്ക് വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു തന്നുള്ളതാണ്. അപ്പോൾ രവിചന്ദ്രൻ ഇരുന്നിങ്ങനെ 24 ന്യൂസ് കാണുമ്പോണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുണ്ടക്കൈ സന്ദർശിച്ചു, അല്ലെങ്കിൽ കൊച്ചിയിൽ നരേന്ദ്രമോദി സന്ദർശിച്ചു. രവീന്ദ്രൻ അതുണ്ടാവും സാധ്യമല്ലല്ലോ. മൂപ്പര് അവിടെ വണ്ടി എടുത്തൊക്കെ പോയി പ്രധാനമന്ത്രിനെയൊക്കെ കണ്ടു. അങ്ങനെ മൂപ്പര് അംഗീകരിക്കുക ഇല്ലല്ലോ. ഈ ചാനൽ കണ്ട മൂപ്പര് അംഗീകരിക്കും. മൂപ്പരെ കണ്ടിട്ടാണ് വിശ്വസിക്കണത്. പിന്നെ എങ്ങനെ വിശ്വസിക്കണത്? ടെസ്റ്റിമോണിയൽ നോളജ്. വിശ്വസനീയമായ സോഴ്സിൽ നിന്നും ഒരു നോളജ് കിട്ടുമ്പോൾ മൂപ്പരെന്നും കാണുന്ന ചാനലുകൾ സാധാരണ ചാനലുകൾ ഹാഫ് ട്രൂത്ത് പറയുന്ന ആളുകളാണ്. ചാനലുകൾ നമ്മൾ റിയാലിറ്റി ട്വിസ്റ്റ് ചെയ്യുന്ന ജേർണലിസ്റ്റുകളാണ് പൊതുവെ ഉള്ളത്. പക്ഷെങ്കിൽ പോലും ഒരു ഫാക്ച്വൽ എറർ അങ്ങനെ വരില്ലല്ലോ. അതുകൊണ്ടുപോലെ വിശ്വസിക്കും. ഇതേ പണിയാണ് മുസ്ലിങ്ങളും ചെയ്തത്. ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി എന്ന് ഖുർആനിൽ റസൂല പറയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല പറഞ്ഞതായിട്ട് ഖുർആൻ പറയുന്നു, അല്ലേ? ഞാൻ 10-40 കൊല്ലങ്ങളും ഇടയിൽ ജീവിച്ചു, സത്യമല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എനിക്ക് സ്വാർത്ഥമായ ഒരാഗ്രഹങ്ങളില്ലാന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എനിക്ക് പെണ്ണുങ്ങളെ വേണമെന്നില്ല, എനിക്ക് രാജാധികാരം വേണമെന്നില്ല, എനിക്ക് മക്കയുടെ ഭരണാധികാരമാണെന്ന് എനിക്കും. എനിക്ക് കിട്ടുന്ന വഹി അങ്ങനെയാണ് പറയുന്നത് ചെയ്യുന്നത്. മാത്രമല്ല ഒരു മോശത്തരം, ഒരു മോശമായ പെരുമാറ്റവും ഇത്രകാലം എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചേ തീരും എന്നുള്ളതാണ് റസൂല റസൂല ലോക്കാക്കിയത്. അങ്ങനെയാണ്, വേണ്ടല്ലോ. ഇങ്ങനെയാണ് ടെസ്റ്റിമോണിയൽ നോളജ് വർക്ക് ചെയ്യണത്. അപ്പോൾ മിറാജ് പോയി എന്നപ്പോൾ പറഞ്ഞില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞില്ലേ, അപ്പം എങ്ങനെയുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഭ്രാന്താണെന്നുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് പറയണമെന്ന് നോക്കാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞു. സദ്ദഖ്തു. ഇയാൾ പറയണമെന്നുണ്ടെങ്കിൽ മായമാക്ക് അങ്ങനെ പറഞ്ഞു, പിന്നെ എന്താ നോക്കാനുള്ളത്? അങ്ങനെ വർത്താണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. മൂപ്പർ അങ്ങനെ പറഞ്ഞാൽ മൂപ്പർ ഒന്നുമില്ല, ഒന്നും കാണാതെ പറയില്ലല്ലോ എന്നൊരു സാധനം. ഇതാണ് ടെസ്റ്റിമോണിയൽ നോളജ്. ഇതനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ യുക്തിവാദികളൊക്കെ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നോളജിനെ
നോളജിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷെ നമ്മളെ ടെസ്റ്റിമോണിയൽ നോളജ് മാത്രം അവർ അംഗീകരിക്കൂല. നക്കൽ ചെയ്ത് കിട്ടുന്ന അറിവ് മാത്രം അവർ അംഗീകരിക്കൂല. പിന്നെ ഈ നക്കൽ ചെയ്ത് കിട്ടുന്ന അറിവാണെങ്കിലോ അതും സത്യസന്ധരിലൂടെ മാത്രമാണ് അല്ലേ. ഹദീസ് പിന്നീട് കൈമാറ്റം ചെയ്തു വന്നതും നല്ല ശുദ്ധരായ മനുഷ്യന്മാരുടെ മാത്രമാണ്. അങ്ങനെ വന്നത് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ നോളജ് മനുഷ്യന്മാർ മനസ്സിലാക്കാൻ ഒന്ന് സയൻറ്റിഫിക് നോളജ്, ഒന്ന് ലോജിക്കൽ റീസണിങ്, ഒന്ന് ടെസ്റ്റിമോണിയൽ നോളജ്. ഈ ടെസ്റ്റിമോണിയൽ നോളജ് പ്രകാരമാണ് നമ്മൾ സ്വർഗ്ഗവും നരകമൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുമ്പ് ബുക്ക്+ൽ വന്നിരുന്നു ഒരു കുട്ടി, ഒരു +2കാരൻ. അവൻ്റെ അമ്മോനൊക്കെ പാടെ വിളിച്ച് വന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ച്, ഉസ്താദ് പിന്നെ ഞാൻ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ, എനിക്ക് ഈ സ്വർഗ്ഗവും നരകമൊന്നും വിശ്വസിക്കില്ല, അത് പിന്നെ മായാവിക്കഥയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇജ്ജ് കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ, കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ. എന്ന് വെച്ച് ദുബായ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ദുബായും കണ്ടിട്ടില്ല, പക്ഷെ ദുബായ് ഉണ്ടെന്നും ദുബായ് ഇല്ലാന്ന് ഇപ്പം പറയില്ലല്ലോ. പറഞ്ഞു ദുബായ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ദുബായ് പോയാലേ ഞാൻ കണ്ടിക്കണം. ഉസ്താദ് സ്വർഗത്ത് പോയാലേ കണ്ടിക്കണം ചോദിച്ചു. ഏത് ഉസ്താദ് സ്വർഗത്ത് പോയാലേ കണ്ടിക്കണം ചോദിച്ചു. എന്ത് മറുപടി പറയും? അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്. അതൊരു എപ്പിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യൻ. അറിവ് എങ്ങനെ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിലോസഫി ഓഫ് നോളജ്, അറിവ് എങ്ങനെ സാധ്യമാവുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് എപ്പിസ്റ്റമോളജി. ഞാൻ വേണ്ടി പറഞ്ഞു, എടാ മോനെ, എൻ്റെ വാദം കണ്ടതേ വിശ്വസിക്കുള്ളൂ എന്നല്ലേ. ദുബായ് കാണാതെ ഇത് ദുബായ് ഉണ്ടെന്ന് വിശ്വസിക്കാനുള്ള ഒരു വകുപ്പ് എനിക്കില്ല. ഞാൻ കണ്ടത് മാത്രമല്ല വിശ്വസിക്കുക, എനിക്ക് വിശ്വസ്തരായ ആളുകൾ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കും. അതുകൊണ്ടാണ് ദുബായ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് ശരിയല്ല. കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഓൻ എന്ത് ചെയ്യണം? കണ്ടാലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കണ്ടോലെ കണ്ടാലും മതി, ഓൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് ഓൻ തന്നെ മാറി. ഞാൻ ദുബായ് പോയാലോ കണ്ടിരുന്നു, ഉസ്താദ് സ്വർഗത്ത് പോയാലോ കണ്ടിരുന്നു ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? കണ്ടോല് വിശ്വസ്തർ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഞാൻ സ്വർഗ്ഗ നരകമൊക്കെ വിശ്വസിച്ച് പറഞ്ഞാൽ മനസ്സിലായേ? ഓക്കെ. ഇനി വിശദമായിട്ട് നിങ്ങൾ ഈ എവല്യൂഷനെ കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മളെ മുമ്പിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് വളരെ വ്യാപകമായിട്ടുള്ള ഡിവൈൻ റിയാലിറ്റി പോലുള്ള പുസ്തകങ്ങൾ, പിന്നെ ഷൊയ്ബ് മാലിക്കിൻ്റെ ഇസ്ലാം ആൻഡ് എവല്യൂഷൻ പോലുള്ള പുസ്തകങ്ങൾ, NM ഹുസൈൻ്റെ ഗോഡ് ഡെല്യൂഷൻ, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു ഗോഡ് ഡെല്യൂഷന് മറുപടിയായിട്ട് NM ഹുസൈൻ എഴുതിയ പിന്നെ പുസ്തകം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മുസ്ലിം അവിടെയൊക്കെ മലയാളത്തിൽ തന്നെ ഉണ്ട്. കുട്ടികൾ നിങ്ങളൊക്കെ വായിക്കും ഇൻഷാല്ലാ വിശദമായിട്ട്. ഇപ്പോൾ സമയം കുറേ വൈകില്ലേ? ചോദ്യം ഉണ്ടോ? വെറുതെ കൈ വയ്ക്കുക. പിന്നെ നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ വയനാട് ഈ അപകടം വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ആദ്യം വന്നത് പ്രേ ഫോർ വയനാട്, പിന്നെ നേരെ മറിഞ്ഞു കണ്ട് പ്രേ ഫോർ വയനാട് ക്രോസ് പേ ഫോർ വയനാട്, ഇങ്ങനെ ഒരു നറേഷന് പെട്ടെന്ന് വ്യാപിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു നറേഷൻ വരുമ്പോൾ ഈ ഒരു വികാരത്തിൻ്റെ ഈ ടൈമിൽ, അത് മൊത്തത്തിൽ വൈകാരികമായി ഇടപെടുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്ന് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇത് അഡ്രസ്സ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പേ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യണ ആരാ? ഈ പ്രേ ചെയ്യണ മനുഷ്യന്മാരാണ്, വിശ്വാസികളാണ്. അവിടെ പോയി നിങ്ങൾ DYFIൻ്റെ ഇതൊക്കെ കാണും, പക്ഷേ അവരൊക്കെ പല മതവിശ്വാസികളല്ല, പല തരത്തിലുള്ള മതവിശ്വാസികളല്ല. മതവിശ്വാസികളെ പോലുള്ള ചാരിറ്റി ആരവിടെ ചെയ്യണത്? ആ യൂട്യൂബിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാനല്ല ആരിഫ് ഹുസൈനെ കൊണ്ട് കുന്താ ചെയ്യണത്. അപ്പം ഈ പ്രേയും ഡു വർക്കും ഇസ്ലാമിൽ എന്താണ്? രണ്ടും ഒന്നാണ്. രണ്ടും ഇൻ്റർപ്രീൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്ന് വേറെ മറ്റേ വേറെ അല്ല. ഈ സാധനം വന്നപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ വിശദമായിട്ടൊരു സാധനം എഴുതിയിരുന്നു. നിങ്ങളാരും കണ്ടിരുന്നോ? ഒന്ന് വായിക്കുക, ഒന്ന് വായിച്ചെടുത്താൽ മതി. അത് ചുരുക്കിയത് ഇത്ര തന്നെ. ഈ പേ ചെയ്യുന്നത് ആരാണ്? ദൈവവിശ്വാസികളാണ്. അവർ ചെയ്യണത് എന്തിനാണ്? ദൈവപ്രീതി കിട്ടാനാണ്. ഇപ്പം ഈ കണ്ട യത്തീംഖാനകൾ, ഈ കണ്ട നടക്കുന്ന സ്ഥാപനങ്ങൾ, പിന്നെ കിഡ്നി രോഗി, ക്യാൻസർ രോഗി എന്നിട്ട് കുറേ പദ്ധതിയിൽപ്പെടല്ലേ? ഇതൊക്കെ ആരാ സംഭാവനയുണ്ട്? ദൈവത്തെ മുൻനിർത്തി വിശ്വാസികളല്ല സംഭാവന ചെയ്യണത്. അപ്പോൾ അവരുടെ ദൈവവിശ്വാസമാണ് അവരെ ഈ കാരുണ്യ പ്രകടനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അല്ലാത്തവർക്ക് എന്താണ്? അല്ലാത്ത നിരീശ്വരവാദികൾ പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ബ്ലൈൻഡ്, ഇറാഷണൽ, വിത്തൗട്ട് പർപ്പസ് ആയിട്ടാണ് കാണുന്നത്. മനുഷ്യൻ എങ്ങനെ ആവാൻ കാരണം? അതൊരു
പിന്നെ എവല്യൂഷൻ്റെ ഒരു ഘട്ടം ആണ് മനുഷ്യൻ. കേവലം എന്താ പറയുക, ബയോ കെമിക്കൽ പിന്നെ ഒരു മെക്കാനിസമാണ് മനുഷ്യൻ. ഒരു യന്ത്രം, ബയോ കെമിക്കൽ യന്ത്രമാണ് മനുഷ്യൻ. മനുഷ്യൻ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. ഓരോ തലച്ചോറിന് അങ്ങനെ ഒരു സിഗ്നൽ വരും, അപ്പോൾ ഓനോട് ചെയ്യുകയാണ്. ഇത് പരിപാടിയാണ്. ഒരാളെ കൊന്നു, അപ്പോൾ ഓൻ്റെ തലച്ചോറിൽ അങ്ങനെ പ്രവർത്തിച്ചു, അപ്പോൾ ഓൻ കൊന്നു. അല്ലാതെ ഓൻ്റെ കുറ്റമൊന്നല്ല, അത് നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇസ്ലാമിൽ മനുഷ്യൻ ഒരു കുറ്റം ചെയ്താൽ ഓൻ്റെ പ്രവർത്തനത്തിന് ഉത്തരവാദിയല്ലേ മനുഷ്യൻ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് മനുഷ്യനെ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്, കുറച്ചോ സംവിധാനിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളതിനെ കാണുന്നത്. ഇതൊക്കെ ലൈവ് ഡിസ്കഷനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന് മറുപടികൾ പലതായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞതേ പലതായിട്ട് പല ആളുകൾ ചെയ്യുന്നതും വായിക്കുന്നതും ഒക്കെയാണ്. പിന്നെ വേറെ പ്രശ്നം അൽഗോരിതം എന്നൊരു സാധനമുണ്ട്. അൽഗോരിതം നിങ്ങൾ കിട്ടണോ? ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താണ് കാണുക അതേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ പാണ്ടിക്കാട് കുഞ്ഞാനെ സ്ഥിരം കാണണമെങ്കിൽ നിങ്ങൾക്ക് അതന്നെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനെതിരെ നമ്മൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. സോറി ടു സേ ദാറ്റ്. നിങ്ങളെല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് പറയണം. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപ്പുമുളക് എന്ത് കുന്തായാലും നിങ്ങൾ എന്താണോ കാണുന്നത് അത് നിങ്ങളെ ഫീഡിൽ വരുള്ളൂ. പണ്ട് അക്കീം ഉസ്താദിനെ പിന്നെ ഇതൊന്ന് പുറത്താക്കിയാലോ, സംഘടനാപരമായിട്ടുള്ള ഇതൊന്ന് പുറത്താക്കിയാലോ. അപ്പോൾ കുറേ കുട്ടികൾ എന്ത് ചെയ്തു, സ്റ്റാറ്റസ് വെച്ചു. കുറേ ആൾക്കാർ, ഒരാളെ ഫ്രണ്ട്സ് കുറേ സ്റ്റാറ്റസ് വെച്ചു. അപ്പോൾ ഒരു ചങ്ങായി എന്നോട് ചോദിക്കും, എന്ത് സമസ്ത മരിച്ചോ, പ്രശ്നം ദുർഗാശ കൊടുക്കട്ടെ. അപ്പോൾ ആ ഹംക്കിൻ്റെ ഫീഡിൽ എന്ത് വരുന്നില്ല, ഈ സംഭവം ചർച്ചകളൊന്നും വരുന്നില്ല. ഓരോ ലോകത്താണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഈ അൽഗോരിതം എന്നൊരു സാധനമുണ്ട്. നമ്മൾ എന്താണോ സ്ഥിരമായി കാണുന്നത് അതന്നെ നമുക്ക് തരുള്ളൂ കുട്ടികളെ. അപ്പോൾ ഒരു സംഘിക്ക് ഇസ്ലാമിക വിരുദ്ധമായ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് നല്ല മനസ്സിലാക്കാനുള്ള ഒരു വകുപ്പും കിട്ടൂല. അതുകൊണ്ടല്ലേ ഫേസ്ബുക്കൊക്കെ വിചാരണ നേരിട്ട് വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കോമഡി കാണണം, നിങ്ങളുടെ ലൈഫിൽ കോമഡിയൊക്കെ, നിങ്ങൾ ഫീഡ് തുറന്നാൽ കോമഡിയൊക്കെ. സ്ഥിരമായിട്ട് ഒരാൾ അശ്ലീലം കാണണം, അശ്ലീലമായിരിക്കും ഇങ്ങനെ വരും. പിന്നെ മൊത്തം അശ്ലീലം. അപ്പോൾ ലോകം മൊത്തം അങ്ങനെയെന്ന് ഓൻ്റെ വിചാരം. കഴിഞ്ഞ ആഴ്ച നടന്ന പ്രധാന സംഭവങ്ങൾ വെച്ചാൽ ഓൻ പറയലെന്താ, ഓൻ്റെ ഫീഡിൽ സ്ഥിരമായി വരുന്ന സാധനങ്ങളെല്ലാം പറയാം അല്ലേ? ഭയങ്കര ദുരന്തമാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സംശയം ജനിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അൺഫ്രണ്ട് ചെയ്ത് ഒഴിവാക്കണം, അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒഴിവാക്കണം. നമുക്ക് നമ്മുടെ ഭാവിക്കും നമ്മുടെ ജീവിതത്തിനും ഉപകാരപ്പെടുന്ന സാധനം, നമ്മുടെ ഫ്യൂച്ചറിന് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നാൽ നമുക്കത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. എന്താണോ കിട്ടുന്നത് അതാണ് ജീവിതം. എന്താണ് കിട്ടുന്നത് അതാണ് നമ്മൾ. ചോദ്യം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 12 കോഴിക്കോട് വെച്ച് നടന്ന നാഷണൽ സെമിനാർ, നബിതങ്ങളെക്കുറിച്ചുള്ള സെമിനാറിൽ ബുഖാരി ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ അവരെ BKF ബുഖാരി നോളജ് ഫെസ്റ്റിവലിൻ്റെ ഭാഗം നടത്തിയതിന് ഉസ്താദിന് സെഷൻ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഉസ്താദ് അവതരിപ്പിച്ച സെഷനിടയിൽ ഉസ്താദിന് നൽകപ്പെട്ടിരുന്ന വിഷയം ഈക്വാലിറ്റി ഫോർ വുമൺ പബ്ലിഷ് വിഷയമാണ്. അതിനിടയിൽ അത് വിവരിക്കുന്ന ഇടയിൽ വുമൺ സെക്ഷലൈസേഷൻ എന്നുള്ള ടെക്നോളജി ഉസ്താദ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ ആ ഉസ്താദ് നൽകപ്പെട്ടിരുന്ന വിഷയം എങ്ങനെയാണ് ബന്ധിപ്പിച്ച് മനസ്സിലാക്കി തരുന്നു? വുമൺ ഹൈപ്പർ സെക്ഷലൈസേഷൻ എന്ന് പറഞ്ഞതാണ് പെണ്ണിനെ പരമാവധി സെക്ഷലൈസ് ചെയ്യുക. ഏത് സിനിമാ പോസ്റ്ററിലും പെണ്ണിൻ്റെ പൂക്കളൊക്കെ കാണിച്ചൊരു സാധനം വരില്ലേ, അതിന് ആൾ കയറുള്ളൂ. അതും പെണ്ണ് ബലാത്സംഗം ചെയ്യണം തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ നടത്തിയ പഠനം പറയുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കും, അയച്ചിട്ട് ഞങ്ങളെ വന്ന് ബലാത്സംഗം ചെയ്യലാമെന്നാണ് ഫെമിനിസ്റ്റുകളൊക്കെ പറയാം. ഇസ്ലാം പറയുന്ന ആണുങ്ങളെ പ്രൊവോക്ക് ചെയ്യണ വസ്ത്രം ധരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാമൂഹികമായ ഒരു ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അയച്ചിട്ട് നടന്നാൽ ഓളൊന്നും ചെയ്യരുത് എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. പെണ്ണാണെങ്കിലോ പുരുഷനെ പ്രൊവോക്ക് ചെയ്യാനുള്ള ധരിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമാണ്. ഏതുപോലെ ഒരാൾ പെരയിൽ കടന്നുറങ്ങും, എങ്ങനെ ഇപ്പോൾ കള്ളനോട് കയറില്ല, എൻ്റെ പേരല്ല ഇത്, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ വീട്, മൈ ഫ്രീഡം, മൈ ചോയ്സ്, മൈ ഹോം എന്നാണ്ട് വാതിൽ തുറന്നിട്ട് ഒരാൾ കടന്നുറങ്ങി. കള്ളം കട്ടുണ്ടായാൽ കള്ളം എങ്ങനെ കൊണ്ടുപോയില്ല, ഞാൻ തുറന്നുകൊടുക്കുക ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ? വീട് അടച്ചിടല്ലോ അവൻ്റെ ഉത്തരവാദിത്തം അല്ലേ? ഇനി അഥവാ തുറന്നിട്ടാൽ തന്നെ സാധനങ്ങൾ അടിച്ചു മാറ്റാതൊക്കെ ആരുടെ ഉത്തരവാദിത്തം? മോഷ്ടാവിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെയല്ലേ? ഒരു സമൂഹം അങ്ങനെയല്ലോ അല്ലേ? ഒരു സമൂഹം അങ്ങനെയല്ലേ? അതുപോലെ ഈ ഹൈപ്പർ സെക്ഷലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പിന്നെ പിന്നെ ഇതിനൊക്കെ പറ്റി പറയുമ്പോൾ പറയാം, പിന്നെ എന്തിനാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കണത്, എന്നാൽ ആണുങ്ങൾക്ക് എന്താ, ആണുങ്ങൾക്കും അതേപോലെ ധരിച്ചൂടെ എന്നൊക്കെ പറയും. ആണുങ്ങൾക്കും അതേപോലെ ധരിച്ചൂടെ ആയിക്കോട്ടെ. ഒരു റിയാലിറ്റി ഷോൻ്റെ വീഡിയോ നമ്മൾ കാണാൻ നിൽക്കുക,
അതിൽ ഗസ്റ്റായിട്ട് വരുന്ന പെണ്ണുങ്ങളൊക്കെ വളരെ പാവങ്ങളേക്കാരം, വസ്ത്രം കുറവായിരിക്കും. പക്ഷെ ആണുങ്ങൾ ഫുൾ ഫിറ്റേക്കാരം, നല്ല രസമുള്ള ഔട്ട്ഫിറ്റേക്കാരം. അതെന്താ കാരണം? നേരെ തിരിച്ചേക്കൂടെ? ആണുങ്ങൾക്കല്ല കുറച്ചുകൂടി 6 പാക്കും ഒക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു ശരീരമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സെലിബ്രിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം ഓരോ ശരിക്കും അതൊക്കെ കാണിച്ചു വരണ്ടേ? പെണ്ണുങ്ങൾ കാണിച്ചു വരുന്നത്, പെണ്ണുങ്ങൾ കാണിച്ചു വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് കാണാൻ ആളുണ്ടാവും, വ്യൂസ് കൂടുന്നവർക്കറിയാൻ തന്നെ. അപ്പം അതിന് മറുപടി ഇതാണെന്ന് പറയാം. എന്താ പെണ്ണിന് മാത്രം ഹിജാബ് എന്നുള്ളതിന് മറുപടി ഇതാണ്. പിന്നെ ഇപ്പോൾ ഹിജാബ് പറഞ്ഞാൽ ഒരു തുണി കഷ്ണമല്ല, അത് അനാവശ്യമായ നോട്ടങ്ങൾ. വഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂന മിൻ അബ്സാരിഹിം എന്നും പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന എന്ന് പറയുന്നു. ബുർക്കയൊക്കെ ഇടുക, യഥേഷ്ടം ആണുങ്ങളെ നോക്കുക, അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ട്. നമ്മൾ അത് വേറെ കേസ്, മനസ്സിലായോ? ആയിരുന്നെങ്കിൽ വിളിച്ചണ്ട ചെയ്യും പറഞ്ഞേക്ക് വലിയൊരു പ്രതീക്ഷ വരും. തടി കേടാനുള്ള കേസാണ്. നമ്മൾ കൂടുതൽ തമാശയിലേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ സീരിയസ് ആയ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഹൈപ്പർ സെക്ഷുവലൈസേഷൻ, അത് പെണ്ണിൻ്റെ പരമാവധി സെക്ഷുവലൈസ് ചെയ്യാന്നാണ് അതിൻ്റെ അർത്ഥം. അതും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന റേപ്പ് സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ ഉള്ളത്. അത് ഫെമിനിസ്റ്റുകൾ അംഗീകരിക്കൂല, അവർ പറയുന്നത് അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രതിപാദിച്ചൊരു വിഷയമാണ് പിന്നെ ബാഫക്കിലൊന്നും നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ പോകേണ്ടതല്ലോ. ബാഫക്കിൽ വന്നാൽ നമ്മൾ പിന്നെ സോഷ്യലി ചേഞ്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമ്പത്തിൻ്റെ പിന്നാലെ പോകേണ്ടത് ഡോക്ടർ ആക്കാമെന്നുണ്ട്. അപ്പോൾ സമ്പത്തുണ്ടായിട്ട് നമുക്ക് അതിലൂടെ സോഷ്യൽ ചേഞ്ച് ഉണ്ടായിക്കോട്ടെ. ആകാം. സമ്പത്ത് പോക്കറ്റിലുണ്ടായാൽ മതി, മനസ്സിലുണ്ടാവണമെന്നാണ് പറഞ്ഞത്. മാലുണ്ടാവുന്നത് തെറ്റല്ല. അബൂ ഹനീഫ ഭയങ്കര കച്ചവടക്കാരന്, നല്ല ലാഭം ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫിന് നല്ല സമ്പത്തുണ്ടായിരുന്നു. റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള ആൾക്കൊക്കെ സമ്പത്തുണ്ട്. സമ്പത്ത് വേണ്ടത് പോക്കറ്റ്, അല്ലാതെ എവിടെയല്ല മനസ്സിലല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സമ്പത്ത് പ്രധാന ലക്ഷ്യമാകരുത് എന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം ഞാൻ പഠിപ്പിച്ചവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ വലിയ പൈസക്കാരായിട്ട് പിന്നെ അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും അവിടെ അതൊന്നൊക്കെ ആയിട്ട് നിങ്ങൾ വരുമ്പോൾ ഒരു കറക്റ്റൊക്കെ എടുത്ത് വരണ്ടേ? അപ്പോഴല്ലേ നമുക്കൊരു രസമുള്ളൂ കാണാനേ. മറ്റേ നിങ്ങളെപ്പോലും ആ തൊലിഞ്ഞ ആക്റ്റീവും അങ്ങനെ വരരുത്. നിങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരല്ലേ, ബിസിനസ്സുകാരെ ആൾക്കാരോട് ഞാൻ പറയലുണ്ട്, അമ്മാബിനെ ഏമത്ത് റബ്ബിക്ക് ഫഹദിസ്തല്ലേ, സമ്പത്ത് ഉണ്ടാവുന്നത് തെറ്റല്ല. പക്ഷെ നമ്മുടെ പ്രധാന ലക്ഷ്യം പൈസ ഉണ്ടാക്കലും ആകരുത്. മനസ്സിലായോ? നമ്മളെ പ്രധാന ലക്ഷ്യം നമ്മളെ കൊണ്ട് ഇൻ്റലക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യലി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളത് നമ്മളെ പ്രധാന ലക്ഷ്യമാണ്. സമ്പത്ത് പറിച്ചു തരികയാണെങ്കിൽ തന്നോട്ടെ, അത്രേ ഉള്ളൂ. സമ്പത്ത് നമ്മളെ മെയിൻ ലക്ഷ്യമാകരുതെന്നാണ് പറഞ്ഞത്. നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ്, ജീവിതത്തിൻ്റെ മിഷനാണ്. സമ്പത്ത് വരികയാണെങ്കിൽ അതിന് സക്കാത്തും സദഖയൊക്കെ നന്നായി കൊടുത്ത് സ്ഥാപനങ്ങൾക്കൊക്കെ നല്ല പൈസയും സംഭാവനയൊക്കെ ചെയ്യുക. കമ്പ്യൂട്ടർ ലാബ് 10 ലക്ഷം ഉണ്ട് വക, അങ്ങനെ കൊടുക്കുക. സമ്പത്തുള്ളവർ വേണമല്ലോ പേര്. പക്ഷെ സമ്പത്ത് ഉണ്ടാക്കാൻ വേറെയും ബാക്ക്ഗ്രൗണ്ടുകളുള്ള മനുഷ്യന്മാരുണ്ട്. ഈ കിതാബുകളും ഈ സംഭവങ്ങളും നമ്മുടെ ട്രഡീഷനെ കുറിച്ചൊക്കെ ധാരണ നമുക്കുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ പോയിട്ട് സമയങ്ങളുണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ ഒരാൾക്ക് ഞാൻ ഭയങ്കര എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ വീട്ടിൽ മൊത്തത്തിൽ, എൻ്റെ മൈൻഡ് തന്നെ അങ്ങനെയാണ്. ഞാൻ BA എക്കണോമിക്സ് ആണ്. എന്ത് ചെയ്താലും ഞാൻ എന്ത് തന്നെ ആയാലും ഞാൻ ബിസിനസ് ചെയ്താൽ വമ്പൻ വിജയമായിരിക്കും. ഡെഫിനറ്റ്ലി ബിസിനസ് അതിൽ നമുക്ക് എതിർപ്പില്ല. പക്ഷെ എങ്ങനെ ആവരുത്, ഞാൻ എൻ്റെ ലക്ഷ്യം ക്രിക്കറ്റർ ആവില്ല. കാരണം ഹാഷിമിനെ കൊണ്ട് മുസ്ലിം ആക്കിയിട്ടേ, അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ മുസ്ലിം ആക്കാനുള്ള ഒരു പരിപാടിക്ക് ഞാൻ ക്രിക്കറ്റ് അത് വേണം. അതിലെത്തിപ്പെട്ട അയാളെ വ്യക്തിത്വം കൊണ്ടാണ് മുസ്ലിം ആക്കുന്നത്. നമ്മൾ ക്രിക്കറ്റ് പോയാൽ അങ്ങനെ ആവില്ല. അങ്ങനെ കുറേ ആൾക്കാർ പോയാലുണ്ട്. ഞാൻ അവിടെ പ്രബോധനം ചെയ്യാൻ പോകാറുണ്ട്, പിന്നെ ഓൻ്റെ ചേരും പോലൊക്കെ കണ്ടാലും ഓനും പ്രബോധനം തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആരും പ്രബോധനം ചെയ്യാൻ പോകണം. ഞാൻ ഫുട്ബോൾ കളിക്കാരനാവാൻ പോവാണ്. എന്നിട്ട് എന്തിനാ? എന്നിട്ട് ഇസ്ലാമോഫോബിയ ഇല്ലാതാക്കാൻ. ഇസ്ലാമോഫോബിയ ഇല്ലാതെ മറ്റേ മുഹമ്മദ് സലാ കാരണം യൂറോപ്പിൽ ഇസ്ലാമോഫോബിയൻ്റെ അളവ് പറഞ്ഞു. മുഹമ്മദ് സലാൻ്റെ വ്യക്തിത്വം അങ്ങനെ ആയതുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളൂ. ഞാൻ സിനിമ ഇറക്കിയിട്ട് ഇസ്ലാമിക പ്രബോധനം ചെയ്യാൻ പോകണം, കാര്യമില്ല. ദീന് വാക്യം ഖുർആനുകളെ ആളുകളെ കണ്ടിട്ടാണ് എന്തായത്, ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത്. സിനിമ ഒരു കൾച്ചറൽ പ്രതിരോധത്തിനൊക്കെ ആവശ്യമാണ്. MLF പോലുള്ള പരിപാടികളൊക്കെ കൾച്ചറൽ പ്രതിരോധം മാത്രമേ അതുകൊണ്ട് കഴിയൂ. ദീനദേവത്ത് എന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ട് നമ്മുടെ ആളുകൾക്കിടയിൽ ജീവിക്കുക, ആളുകളോട് സ്നേഹിച്ചും. ഇപ്പോൾ അബൂ ഹനീഫ ഇമാമിൻ്റെ ചരിത്രം തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അഹ്മദ് ബിൻ ഹംബലിൻ്റെ അദ്ദേഹത്തിൻ്റെ അയൽവാസി കള്ളു കുടിച്ച് ഭയങ്കര ശല്യമാണ്. ഒരു ദിവസം ഇവരെ കാണില്ല, അയൽവാസിനെ കാണില്ല. അപ്പോൾ ഇവരിപ്പോൾ തിരഞ്ഞു പോയപ്പോൾ ഇവർ കള്ളുടിച്ച് അവിടുത്തെ പോലീസ് പിടിച്ചുണ്ടായതാണ്, എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ഇവരവിടെ പിന്നെ ഗവർണർ ഓഫീസിലൊക്കെ പോയിട്ട് എൻ്റെ അയൽവക്കത്ത് തരുന്നു, ഓനെ കാണില്ല എന്ന് പറഞ്ഞു, ഓനെ വിട്ടുതരണം എന്ന് പറഞ്ഞു. നിങ്ങളെ പോലീസ് ഓനെ പിടിച്ചിരുന്നത്. എല്ലാവരും പാടെ ബേജാറായിട്ട് ഇമാമ് വന്ന് ചോദിച്ചതല്ലേ, വിട്ടുകൊടുത്ത്. അതിൻ്റെ ശേഷം ഇയാൾ കള്ളുടി അങ്ങോട്ട് നിർത്തിയെന്നാണ്.
മനസ്സിലായോ? കള്ളുകൂടിയാണ് നിർത്തി. കാരണം ഇന്നതുവരെ ഒരാൾ തേടി വന്നില്ല, എത്രയും ഉന്നതനായ ഒരാൾ ഇന്ന് തേടി വന്നല്ലോ ആ കടപ്പാടുകൊണ്ട്. പിന്നെ അയാൾ മതി, അയാൾ എങ്ങനെ ജീവിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ജീവിക്കാമെന്നുള്ളത്. ഇങ്ങനെയൊക്കെ ശൈലികൾ, ഇങ്ങനെയാണ് ദീനിലേക്ക് ആൾ വന്നത്, അല്ല വാദിച്ച് ജയിച്ചിട്ടൊന്നുമല്ല. നമ്മൾ മനസ്സിലായി, സൂഫികളിലൂടെ ദീൻ പ്രചരിച്ചു നമ്മൾ പറയില്ല, അത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളാവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേ സോഷ്യൽ ചേഞ്ച് ഉണ്ടാവും. കുറച്ച് നോക്കിക്കട്ടെ. തുണി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സാർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി ഉണ്ടോ? സോ ഇപ്പോൾ നമ്മൾ സാമാന്യ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിലക്ക് പുറമെയുള്ള ആൾക്കാരൊക്കെ കൂടുതൽ അഭ്യതരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളാണ് നേരിടേണ്ടി വരിക. അപ്പോൾ ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ സിലബസിലൊക്കെ അഭ്യതപരമായിട്ടുള്ള വിഷയങ്ങൾ സിലബസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ പുറത്തു പോയാൽ എന്തായാലും യുക്തിവാദികൾ അതുപോലെ നിരീശ്വരവാദികളൊക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഒരു പ്രിപ്പയർ ചെയ്യുന്നതിലേക്ക് ഓൻ പഠിച്ചു തുടങ്ങി. പക്ഷേ ഓൻ്റെ പഠനങ്ങളും ഓൻ്റെ കണ്ടെത്തലുകളും എത്രത്തോളം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്രത്തോളം ഓൻ എന്ത് ചെയ്യാണ്, ഓൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സംശയം വരുന്ന രീതിയിലാണ് പോകുന്നതെന്ന് കരുതുക. അത് മുതിർന്ന ഉസ്താദന്മാർക്ക് എക്സ്പ്ലനേഷൻസ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാലും ഓൻ്റെ മനസ്സിൽ അതൃപ്തി. പക്ഷെ ഓൻ്റെ അസാസ് എന്താണ്, അള്ളാഹു ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ എത്തീസം വെച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു ഉണ്ട് തന്നെയാണ്. പക്ഷേ ഓൻ എത്രത്തോളം അത് പഠിക്കുകയാണെങ്കിൽ ഓൻ്റെ മനസ്സിന് അത് പോകുന്നത് പോലെ തോന്നുകയാണെങ്കിൽ ഓനക്ക് തൽക്കാലത്തിൽ അത് ഡ്രോപ്പ് ചെയ്തിടാം. ഒരാൾ ഡ്രോപ്പ് ചെയ്യണം, നിർത്തണം, അത് സംശയമൊന്നുമില്ല. നമ്മുടെ രോഗം നമുക്ക് വാക്സിനേഷൻ ചെയ്ത് ഇൻ്റലക്ച്വൽ വാക്സിനേഷൻ കിട്ടി, ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി ആർജിച്ചതിന് ശേഷമേ നമ്മൾ ഈ രോഗമുള്ളിടത്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. സാർ അവസാനം പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സമന്വയത്തിന് പറയലേ നിങ്ങൾ എല്ലാം കൂടി കുട്ടികളെ പഠിപ്പിച്ചിട്ട് കുട്ടികളെ തലതിരിഞ്ഞ് പോയി, കുറച്ച് കുട്ടികൾ തലതിരിഞ്ഞ് പോകും, ഉറപ്പല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒന്നും പഠിപ്പിക്കാത്ത പൊട്ടന്മാരാണ്. ഇതൊന്നും സോഷ്യോളജി പഠിപ്പിക്കില്ല, ലിറ്ററേച്ചർ പഠിപ്പിക്കണില്ല, ഫിലോസഫി പഠിക്കണില്ല, വെറും ആ വരുന്ന ഫത്തുൽമീനും അൽഫിയ നസ്മി വൈദായി പഠിച്ചിട്ട് ഓരോ വിട്ടു തരുക. ഇതുപോലുള്ള സാധനങ്ങൾക്ക് മറുപടി അവർക്ക് കഴിയും. അപ്പം നമ്മൾ ഉത്തരവാദിത്തം ഈ ലോകങ്ങൾക്ക് വരെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അതിനുള്ള മറുപടി വരാനുള്ള ഓപ്ഷനും കൊടുത്തിട്ട് വരെ വളർത്തുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ആൾക്കാർ കാണുന്ന അത് പടച്ചോന് വിടുക. അപ്പോൾ മൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു മൂസല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. അതിൽ പത്രവും നമ്മൾ ശ്രമം, സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ മഹാന്മാരെ ഉസ്താദന്മാർ കണ്ട ഒരു ശ്രമമാണ്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ലോകത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ള ദാഴികളുമാണ് എന്നുള്ളവർക്കാണ് ഓരോ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് കുറേ സ്ഥലങ്ങളിലില്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ല നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇവിടെ കൂടിയതടക്കം അതിൻ്റെ ഭാഗമല്ലേ? ഇത്തരം വിഷയങ്ങൾ നമ്മൾ വിചാരപ്പെടുന്നില്ലേ? മഹാരാജാസ് കോളേജ് നടക്കണ്ടോ? നമ്മളതിന് വിചാരപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പള്ളി തീർച്ചയുണ്ടോ? ഞങ്ങൾ നാട്ടിൽ പള്ളി തീർച്ചയില്ല. എവിടെ ഉള്ളത്? എവിടെയാണ് ഫിലോസഫിയും പറഞ്ഞിട്ട് ദൈവം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുള്ളത്? നെവർ. സ്കൂൾ പോണ കുട്ടികളുടെ ഹോസ്റ്റലാണ് പള്ളി. സ്കൂൾ പോണ കുട്ടികളുടെ ഹോസ്റ്റലാണ് കുറേ സ്ഥലങ്ങളിൽ പള്ളി. ഇത്തരം പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ ഗൗരവമായിട്ട് നടക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലാണ്. കുറച്ചാൾക്കാർ തലതിരിയും. നമ്മളെന്താട്ടുന്നത്? നമ്മൾ നല്ല നിയത്ത് വെച്ച് തുടങ്ങിയതാണ് ഈ പരിപാടി. അതിന് കുറേ വിജയങ്ങൾ നമുക്ക് കൊയ്യാനും പറ്റിയിട്ടുണ്ട്, ഇനി പറ്റും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ശത്രുക്കൾ പലതും പറയും. അപ്പോൾ ഓരോരുത്തരെ പറയുള്ളൂ, പോടാ നമ്മൾ വേറെ വഴിയിലാണ്, നിങ്ങൾ പണിക്കൊള്ളുന്നു തന്നെ ഓരോ പറയുള്ളൂ. നമ്മളത് സ്ഥിരം പറയലുള്ളത് ഓരോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ ഇജ്ജത്ത് കാക്കുന്ന ആൾക്കാരായിട്ട് നിങ്ങളൊക്കെ മാറണം. ഓപ്പോൾ കണ്ടില്ലേ, ഓനെ പാടെ കോളേജിലൊക്കെ പഠിച്ച് എത്താൻ പോലെ കഥ അറിയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോരുത്. അതാണ് നമുക്ക് പറയുള്ളൂ. കുറച്ച് നോക്കിക്കേട്ടെ. എല്ലാവരും ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും.